السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وآل كل والصحابة أجمعين. أما بعد فأوصيكم وإياي بتقوى الله رب العالمين. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا خير خلق الله. قد بلغت الرسالة وأديت الأمانة ونصحت الأمة وجاهدت في الله حق جهادي. جزاكم الله عنا خير الجزاء. نحمده ونستعينه ونستهديه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وأن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فأوصيكم وإياي بتقوى الله رب العالمين. أعوذ بكلمات الله التامات من شر ما خلق. يا حي يا قيوم برحمتك أستغيث. بسم الله الرحمن الرحيم. لولا ينهاهم الربانيون والأحبار عن قولهم الإثم وأكلهم السحت لبئس ما كانوا يصنعون. صدق الله مولانا العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. بارك الله لنا ولكم بالقرآن العظيم، ونفعنا وإياكم بالآيات والذكر الحكيم، وعصمنا وإياكم برحمته من الشيطان الرجيم. أكرموا العلماء فإنهم ورثة الأنبياء، فمن أكرمهم فقد أكرم الله ورسوله، أو كما قال صلى الله عليه وسلم. يا زينة الكونين جدلي وافرا، يا بهجة الدارين كل ناصرا، يا بهجة الدارين كل ناصرا، يا بهجة الدارين كل ناصرا، يا غافر العاصين كل غافرا، يا أكرم الثقلين يا كنز البرى، جد لي بجودك أرضني برضاك. ബഹുമാന്യരായ സയ്യിദ് അവറുകളെ, നമ്മുടെ ഈ പ്രദേശത്തും പരിസര പ്രദേശത്തുമുള്ള എല്ലാവരുടെയും ഉസ്താദായ നാമൊക്കെ ആദരിക്കുന്ന ബഹുമാനപ്പെട്ട ഖാലിദ് മുസ്ലിയാർ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തൊന്നും മഹാനവറുകൾ കോണി കയറി മുകളിലേക്ക് വന്നിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുപോലെ നമ്മുടെ മഹല്ല് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, കമ്മിറ്റി ഭാരവാഹികൾ, കാരണവന്മാർ, ചെറുപ്പക്കാർ, മുത്തഅല്ലിമീങ്ങൾ, മുദരിസുമാർ, അങ്ങനെ ഇവിടെ ഒത്തുകൂടിയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു ജല്ല ജലാലുഹു റഹ്മത്തും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഇവിടെ ഉപയോഗപ്പെടുത്തുന്ന മുഴുവൻ സമയങ്ങളും അല്ലാഹു ജല്ല ജലാലുഹു അവൻ്റെ പൊരുത്തത്തിൽ ആക്കി തീർക്കുമാറാകട്ടെ. അല്ലാഹു പൊരുത്തപ്പെടുന്ന കാര്യങ്ങൾ മാത്രം പറയാൻ, അത് കേൾക്കാൻ അള്ളാഹു മഹദ് ഫضൽ കൊണ്ട്, മുത്തുനബിൻ്റെ ബർക്കത്ത് കൊണ്ട്
എല്ലാ അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, സ്വാലിഹീങ്ങൾ, നമ്മുടെ മശായിഖന്മാർ, ഉസ്താദുമാർ, അവരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാലത്തിൻ്റെ കണ്ണാടിയായി ജീവിച്ച് തുടക്കം മുതൽ വഫാത്ത് വരെ ഇൽമിലായി ജീവിച്ച 25 കൊല്ലം മുമ്പ് വഫാത്തായ ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദും ഷെയ്ഖും പിതാവുമായ, അത് വെറുതെ പറയുകയല്ല, ഞാൻ മുത്തഫരിദ് ഓതിയത് ബാപ്പാൻ്റെ അടുത്തു നിന്നാണ്. ബാപ്പ ഇൽമ് പഠിക്കാൻ തുടങ്ങിയത് പകര മുഹമ്മദ് മുസ്ലിയാരിൽ നിന്നും. വലിയ പണ്ഡിതനും കക്കിടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദുഹു താജുൽ അസ്ഫിയ എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയ മഹാനും സൂഫിയുമായ മഹാനവറുകളുടെ ഉസ്താദായ മുലൈക്കാൻ, കുഞ്ഞു മുലൈക്കാൻ എന്ന് പറയുന്ന കുഞ്ഞുമരക്കാരൻ മുസ്ലിയാർ എന്ന് പറയുന്ന അറക്കൽ മൂപ്പർ എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയ മഹാൻ, അവരുടെ ശിഷ്യനായ രായൻകുട്ടി മുസ്ലിയാർ, ഇവരിൽ നിന്നും പിന്നീട് ബഹുമാനപ്പെട്ട കുറ്റിപ്പുറം ഉസ്താദ് 16 കൊല്ലം പള്ളി ദറസിൽ ഓതി പഠിച്ചത്. ആദ്യം 2 കൊല്ലം സ്വന്തം നാടായ കുറ്റിപ്പുറത്ത് തന്നെ നേരത്തെ പറഞ്ഞ മുഹമ്മദ് മുസ്ലിയാരിൽ നിന്നും, പിന്നീട് 2 കൊല്ലം ബഹുമാനപ്പെട്ട അറക്കൽ മൂപ്പരുടെ ശിഷ്യനായ രായൻകുട്ടി മുസ്ലിയാരിൽ നിന്നും, പിന്നീട് നീണ്ട 16 കൊല്ലം മഹാനവറുകൾ ഓതി പഠിച്ചത് കാട്ടിപ്പരുത്തിയിലാണ്. കാട്ടിപ്പരുത്തി എന്ന് പറയുന്നത് വളാഞ്ചേരിക്കടുത്താണ് കാട്ടിപ്പരുത്തി. പിന്നീട് 1 കൊല്ലം പരപ്പനങ്ങാടി പനയത്തിൽ പള്ളിയിൽ കാടേരി അബുൽ കമാൽ മുഹമ്മദ് മുസ്ലിയാർ ബക്കൽ നിന്ന് വലിയ കിതാബുകൾ ഓതി. അവിടെ നിന്ന് 1952 വലിയൊരു ബാക്കിയാത്തു സ്വാലിഹാത്തിൽ പോയി. 54 ബാക്കിയാത്തു സ്വാലിഹാത്തിൽ നിന്ന് ഫസ്റ്റ് റാങ്കോടുകൂടെ പാസ്സായി ദീനി രംഗത്തേക്ക് വന്നു. ആ നിലക്ക് മഹത്തുക്കളായ ആളുകളിൽ നിന്ന് മാത്രം ഇൽമ് പഠിക്കുകയും അവരെപ്പറ്റി നല്ലപോലെ മനസ്സിലാക്കുകയും തൻ്റെ ഉസ്താദുമാരുടെ കുടുംബവുമായി വഫാത്ത് വരേക്കും ബന്ധം തുടരുകയും ആ കുടുംബം ഇപ്പോഴും വഫാത്തിന് ശേഷവും ബാപ്പയുടെ കുറ്റിപ്പുറം ഉസ്താദിൻ്റെ കുടുംബവുമായി ബന്ധം പുലർത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മഹാന്മാരെ വക്കൽ നിന്ന് ഇൽമ് കിട്ടിയിട്ട് ആ ഇൽമിൽ നിന്നുള്ള നൂറ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. വഖാലൽ ഇൽമു നൂറുല്ലാഹ്, അത് അള്ളാഹിൻ്റെ പ്രകാശമാണ്. അത് മഹാന്മാരായ ആളുകളിൽ നിന്ന് കിട്ടി. അതുകൊണ്ട് തന്നെ പരപ്പനങ്ങാടി പനയത്തിൽ പള്ളിയിൽ വെച്ച് എനിക്ക് 10 വയസ്സുണ്ടാകുമ്പോൾ ബാപ്പ മുത്തഫരി ഓതി തന്നു. അപ്പോൾ പിന്നീട് കിതാബുകൾ ധാരാളം ഓതിയിട്ടുണ്ട്. അപ്പോൾ ബാപ്പ ഉസ്താദാണ്. 2 തരീഖത്തിൻ്റെ ഇജാസത്ത് തന്നിട്ടുണ്ട്. ഖാദിരിയ തരീഖത്തിൻ്റെയും ബഅലവി തരീഖത്തിൻ്റെയും ഇജാസത്ത് തന്നിട്ടുണ്ട്. അവിടുത്തെ മശായിഖന്മാരെ പറ്റി പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാ ഔറാദുകളും പറഞ്ഞു തരികയും എല്ലാം മനസ്സിലാക്കി തരികയും അതെല്ലാം അമൽ ചെയ്യേണ്ട രൂപങ്ങൾ മനസ്സിലാക്കി തരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ബാപ്പയാണ്, ഉസ്താദാണ്, ഷെയ്ഖുമാണ്. അള്ളാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. കുറ്റിപ്പുറത്ത് അറിയപ്പെടുന്ന തറവാടാകുന്ന കമ്പാല തറവാടിൽ 1922 ഹിജറ 1340 മഹാനവറുകൾ ജനിക്കുന്നത്. മുഹീദ്ദീൻ, കമ്പാല മുഹീദ്ദീൻ എന്നവരുടെയും മാടത്തിൽ ഫാത്തിമ എന്നവരുടെ മകനായി മഹാനവറുകൾ ജനിച്ചിട്ട് അവിടുത്തെ ഓത്തുപള്ളികളിൽ നിന്നും മറ്റുമൊക്കെ വിദ്യാഭ്യാസം നേടിയിട്ട് കുറ്റിപ്പുറത്ത് നേരത്തെ പറഞ്ഞ 36 കൊല്ലം കുറ്റിപ്പുറത്ത് ദർസ് നടത്തിയ വലിയ മഹാനാണ് പകര മുഹമ്മദ് മുസ്ലിയാർ. അവരുടെ അടുത്തുനിന്ന് കിതാബ് ഓതി പഠിക്കുമ്പോൾ
പകരം മുഹമ്മദ് മുസ്ലിയാർ ഇൽമു പഠിക്കാൻ വേണ്ടി ആ ദർസിൽ ചേരാൻ വേണ്ടി കുറ്റിപ്പുറം ഉസ്താദ് ചെന്നപ്പോൾ സ്വീകരിച്ചു. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞിട്ട് പറഞ്ഞു, അബ്ദുള്ള, ഞാൻ എന്നെ ഒരു ദിവസം നിർത്താനാണ് ഉദ്ദേശിച്ചത്, പക്ഷേ ഞാൻ പറഞ്ഞത് മുഴുവനും നീ കേട്ടു, അതുകൊണ്ട് എന്നോട് വലിയ ഇഷ്ടമാണ്. പ്രിയപ്പെട്ട കുറ്റിപ്പുറം ഉസ്താദ് ബാപ്പ പറയലുണ്ട്, എനിക്ക് ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് അതാണ്. എൻ്റെ ഉസ്താദ്, എനിക്ക് മുത്തഫരീദ് ഓതി തന്ന ഉസ്താദ്, ആ ഉസ്താദ് എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞത് മുഴുവനും നീ കേട്ടു. അതിൻ്റെ അപ്പുറം ഒരു ശിഷ്യനിക്ക് ഉസ്താദിൻ്റെ പക്കൽ നിന്ന് കിട്ടേണ്ടത് എന്താ? അത് ആദ്യത്തെ ഉസ്താദിൻ്റെ സർട്ടിഫിക്കറ്റാണ്. മുത്തഅല്ലിമീങ്ങളോട് പറയുന്നത്, കുറ്റിപ്പുറം ഉസ്താദിനെ അനുസ്മരിക്കുമ്പോൾ കാര്യമായി മനസ്സിലാക്കേണ്ടത് ഉസ്താദുമാരുമായിട്ടുള്ള ബന്ധമാണ്. ഉസ്താദുമാരുമായിട്ടുള്ള ബന്ധം, ആ ഉസ്താദുമാരുമായിട്ടുള്ള സ്നേഹം, അതിന് വലിയ മാതൃകയാണ് പ്രിയപ്പെട്ട കുറ്റിപ്പുറം ഉസ്താദ്. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ആ ഉസ്താദ് അവറുകൾ ഉസ്താദിന് ചെലവ് കൊണ്ടുവരാൻ വേണ്ടി ഏൽപ്പിച്ചു. 2 കൊല്ലവും ഉസ്താദിന് ചെലവ് കൊണ്ടുവന്നു. കൊട്ടയിൽ ചോറും കലത്തിൽ കഞ്ഞും കൊണ്ടുവരുന്നു. അങ്ങനെയാണ് അന്ന് ചോറ് ഭക്ഷണം കൊണ്ടുവരാം. കൊട്ടയിൽ ചോറും കലത്തിൽ കഞ്ഞും കൊണ്ടുവരുമ്പോൾ മഴ പെയ്ത് ചോർന്നൊലിച്ച് ഉസ്താദിൻ്റെ ഭക്ഷണമൊന്നും വിഷമിക്കാതെ ബുദ്ധിമുട്ടാതെ കൊണ്ടുവരുന്ന രംഗം കണ്ട് എൻ്റെ ഉസ്താദ് കരഞ്ഞു പോയിട്ടുണ്ട്. അബ്ദുള്ള, നീ ഇത്ര വിഷമിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ആ കൊണ്ടുവരുന്നത് കണ്ടിട്ട് എൻ്റെ ഉസ്താദ് കരഞ്ഞു പോയിട്ടുണ്ട്. എനിക്ക് ആഖിറത്തിൽ അതൊക്കെ വലിയ മുതൽക്കൂട്ടാണ്. ഒരിക്കലും ഉസ്താദ് എന്നെ ദേഷ്യപ്പെട്ടിട്ടില്ല. ഇങ്ങനെയാണ് ഞാൻ 2 കൊല്ലം ഉസ്താദിന് കുറ്റിപ്പുറത്തെ ഓരോ വീടുകളിലും, 700-ലധികം വീടുകളുണ്ട്, ആ വീടുകളിലൊക്കെ നടന്ന് വീട്ടുകാരെയൊക്കെ ബാപ്പാക്കറിയാം, ഉസ്താദിനറിയാം. എല്ലായിടത്തുനിന്നും നേരത്തിന് ഉസ്താദിന് ചെലവ് കൊണ്ടുകൊടുത്ത് ഉസ്താദിൻ്റെ മനസ്സിൽ വലിയ സ്ഥാനമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പിന്നീട് ഞാൻ രാങ്ങാട്ടൂരിലേക്ക്, നേരത്തെ പറഞ്ഞ മഹാനായ മുലൈക്കാൻ മുസ്ലിയാർ, കുഞ്ഞുപരക്കാർ മുസ്ലിയാർ എന്ന് പറയുന്ന അറക്കൽ മൂപ്പർ എന്ന് പറയുന്ന വലിയ മഹാൻ, അവരുടെ ശിഷ്യനായ രായൻകുട്ടി മുസ്ലിയാർ എടുത്ത് 2 കൊല്ലം ഓതി. അവിടെ നിന്ന് പിന്നീട് ഞാൻ പോകുന്നത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉസ്താദ് പറയുകയാണ്, 16 കൊല്ലം ഞാൻ ഓതിപ്പടിച്ച എൻ്റെ ഉസ്താദ് 21 കൊല്ലമാണ് ദർസിലോതിയത്. 21 കൊല്ലം ദർസിലോതി. 1922 ജനിച്ചു. 1954 ബാഖിയാത്തു സാലിഹാത്ത് എന്ന് വരുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, എത്ര കൊല്ലമാണ് ഓതുന്നത്? 23 കൊല്ലമാണ് ഓതുന്നത്. 23 കൊല്ലം ഓതുന്നു. എന്നിട്ട് 2 കൊല്ലം കൂടി കഴിഞ്ഞാണ് അവിടുത്തെ 34-ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിക്കുന്നത്. 32 വയസ്സ് വരെ ഓതുകയാണ്. 21 കൊല്ലം പള്ളി ദർസിലും 2 കൊല്ലം ബാഖിയാത്തിലും, അങ്ങനെ 23 കൊല്ലമാണ് ഓതുന്നത്. ഈ 23 കൊല്ലത്തിൻ്റെ ഇടക്ക് മുതഅല്ലിമീങ്ങൾ സദസ്സിലുണ്ടല്ലോ. തുഹ്ഫത്തുൽ വർദിയിൽ നിന്ന് 1-2 പാഠമേ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. തുഹ്ഫത്തുൽ വർദിയിൽ നിന്ന് 1-2 പാഠമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. ഏകദേശം 20ഓളം കൊല്ലം ഓതിയിട്ടുണ്ട് താജുൽ ഉലമ. മഹാനൂറുകൾ പറയാറുണ്ട്, എനിക്ക് ഖത്തർ നദയിൽ നിന്ന് 1-2 പാഠമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്, നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഇങ്ങനെ സുദീർഘമായി ഓതിയിട്ടുണ്ട്. ബഹറുൽ ഉലൂം ഒക്കെ ഉസ്താദും അങ്ങനെ ഓതിയിട്ടുണ്ട്. അങ്ങനെയാണ് അവരൊക്കെ മുഹഖിഖീങ്ങളും ആളുകൾ, മഹാന്മാരായ ആളുകൾ. നേരത്തെ മഹാനായ സയ്യിദ് അവറുകൾ പറഞ്ഞപ്പോഴാണ് മഹാനായ പാനൂര് തങ്ങൾ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ഞാൻ അറിയുന്നത്. ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. മഹാനായ പാനൂര് തങ്ങൾ ഒരൊറ്റ മനുഷ്യനെയും കൂസാത്ത ആളാണ്. എനിക്കറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊരിക്കൽ ഒരു സിയാറത്തിന് പോകുമ്പോൾ പാനൂർ തങ്ങളെടുത്ത് ചെന്നു. തങ്ങളപ്പോൾ ഒരു 10-20 കൊല്ലം മുമ്പ് മഹാനായ തങ്ങളപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് കിതാബ് ഉണ്ടാക്കുക. കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ അന്ന് മഹാനായ തങ്ങളവരുകളിരുന്ന് കിതാബ് ഉണ്ടാക്കുമ്പോൾ സാധാരണ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഇരിക്കുന്ന തങ്ങൾ എവിടേക്കും പോകില്ല, ആര് വന്നാലും മെയിൻ ചെയ്യൂല. ഞാൻ കുറ്റിപ്പുറത്ത് അബ്ദുൽ റഹ്മാനാണെന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ എഴുന്നേറ്റ് എന്നെ സ്വീകരിച്ചു.
അപ്പം അവർ തമ്മിൽ മഹാനായ പാനൂർ തങ്ങൾക്കൊക്കെ അറിയാനുള്ള കാരണം അവരൊക്കെ ഉള്ള തൃക്കരിപ്പൂരും രാമന്തളിയിലും പാപ്പിനിശ്ശേരിയിലുമൊക്കെ കുറ്റിപ്പുറം ഉസ്താദ് ദർസ് നടത്തിയിട്ട് അവർക്കൊക്കെ നല്ലപോലെ അറിയാം. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പാനൂർ തങ്ങൾ മഹാനായ തങ്ങൾ പറഞ്ഞതുപോലെ, ശിഹാബ് തങ്ങൾ പറഞ്ഞതുപോലെ ആരെയും അങ്ങനെ പ്രശംസിക്കുന്ന ആളൊന്നല്ല. ആ മഹാനവറുകൾ ഇങ്ങനെ പറഞ്ഞുവെങ്കിൽ ഈ അനുസ്മരണം പരിപൂർണമായി, ഈ അനുസ്മരണം ജാമിഉമ്മാനുമായി ആ രൂപത്തിൽ മഹാനായ സയ്യിദ് അവറുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, മഹാനായ കുറ്റിപ്പുറം ഉസ്താദ് കാട്ടിപ്പരുത്തി എന്ന് പറയുന്ന എല്ലാവർക്കും അറിയുന്ന പ്രദേശമാണത്. വളാഞ്ചേരിക്കടുത്തുള്ള ആ പ്രദേശത്ത് മഹാനവറുകൾ ഓതാൻ വേണ്ടി പോകുന്നത് ആരടുത്തേക്കാണെന്നറിയോ? ആരാണ് അവിടുത്തെ ഉസ്താദ് എന്നറിയോ? 16 കൊല്ലം ആ സ്ഥലത്ത് ഓതിപ്പടിച്ചത് ആരാണ് ഉസ്താദ് എന്നറിയോ നിങ്ങൾ? ആ ഉസ്താദുമായി പ്രിയപ്പെട്ടവരെ ഈ നെടിയിരിപ്പിനൊരു ബന്ധമുണ്ട്. ഈ നെടിയിരിപ്പിന് ആ ഉസ്താദുമായി ഒരു ബന്ധമുണ്ട്. എന്താണ് ആ ബന്ധം? മഹാനായ ഖുതുവത്തു സുഹാദ്, താജുൽ അസ്ഫിയ, ശൈഖുൽ മശായിഖ്, ഉസ്താദുൽ ഔലിയാ, ഉസ്താദുൽ ഔലിയാ എന്നുള്ള പേരുള്ള കുറ്റൂര് കമ്മുണ്ണിൽ പാപ്പ. കുറ്റൂര് കമ്മുണ്ണിൽ പാപ്പാക്ക് ഉസ്താദുൽ ഔലിയ എന്നൊരു പേരുണ്ട്. ആ ഒരു പേര് മറ്റ് ആളുകൾക്കൊന്നും കാണുന്നില്ല. ഔലിയാക്കന്മാരുടെ ഉസ്താദായ കുറ്റൂര് കമ്മുണ്ണിൽ പാപ്പാൻ്റെ കുടുംബം ഈ നെടിയിരിപ്പെന്ന് പോയതാണ്. ഇവിടെ നിന്നാണ് കുട്ടൂര് കമ്മുണ്ണിൽ പാപ്പാൻ്റെ കുടുംബം പോയിട്ടുള്ളത്. അതിൻ്റെ വേര് നെടിയിരിപ്പില്ല. അതാണ് ഈ സ്ഥലത്തേക്ക് ബന്ധമുണ്ട് എന്ന് പറഞ്ഞത്. ആ കമ്മുണ്ണി മുസ്ലിയാർക്ക് ആയിരക്കണക്കിന് ശിഷ്യന്മാരുണ്ടായിരുന്നു. ആയിരക്കണക്കിന് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ വടകര മുഹമ്മദ് ഹാജി പാപ്പ. ആരാ അവരൊക്കെ എന്നറിയും? വടകര മുഹമ്മദ് ഹാജി പാപ്പയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട തിരൂരങ്ങാടി എൻ്റെ ഉസ്താദ്, എൻ്റെ ഷെയ്ഖുന മഹാനായ തിരൂരങ്ങാടി ബാപ്പു ഉസ്താദ് മുത്തുനബിയുടെ ഇങ്ങനെ മദ്ഹ് ചെയ്ത ഒരാളെ കാണൂല. അള്ളാഹു ഇവിടുത്തെ ദറജേറ്റി കൊടുക്കുമാറാകട്ടെ. അവർ പറഞ്ഞു തരാറുണ്ട്. ഉസ്താദിൻ്റെ വടകര മുഹമ്മദ് പാപ്പൻ്റെ നാട്ട് ചെറുവണ്ണൂരിൽ ദർസ് നടത്തിയ ആളാണ് ബാപ്പു ഉസ്താദ്. ആ വടകര മുഹമ്മദ് ഹാജി പാപ്പയാണ് തിരൂരങ്ങാടി വാപ്പുസ്താദാകുന്ന എൻ്റെ ഷെയ്ഖുനാക്ക് കുണ്ടൂർ ഉസ്താദിനെ പരിചയപ്പെടുത്തി കൊടുത്തത്. വടകര മുഹമ്മദ് ഹാജി പാപ്പ ചോദിച്ചു, പാപ്പുലേരെ നിങ്ങൾക്ക് കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ അറിയോ? അപ്പോൾ കുണ്ടൂരും തിരൂരങ്ങാടിക്ക് അടുത്താണെങ്കിലും കൂടി വാപ്പുസ്താദിൻ്റെ ഒരു സ്വഭാവം അങ്ങനെ എവിടേക്കും പോകുമൊന്നുമില്ല. അങ്ങനെ പോകാത്ത ഒരു സ്വഭാവമാണ്. അപ്പോൾ ഉസ്താദ് അങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അറിയണം, മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് കുണ്ടൂർ ഉസ്താദിലേക്ക് ബാപ്പുസ്താദിനെ എത്തിച്ചത് വടകര മുഹമ്മദ് ഹാജി പാപ്പയാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, ദ്വാരപ്പിച്ചിട്ടുണ്ട്, അവിടുത്തെ കൈ എൻ്റെ തലയിൽ വെപ്പിച്ചിട്ടുണ്ട്. വല്ലാത്ത മഹാനായിരുന്നു വടകര മുഹമ്മദ് ഹാജി പാപ്പ. ആ മുഹമ്മദ് ഹാജി പാപ്പാൻ്റെ ഉസ്താദാണ് കുറ്റൂര് കമ്മുണ്ണിൽ പാപ്പ. ആലുവായി അബൂബക്കർ മുസ്ലിയാരുടെ വലിയ മഹാനായ മഹാനവറുകളുടെ ഉസ്താദാണ് കമ്മുണ്ണിൽ പാപ്പ. വടകര മുഹമ്മദ് ഹാജി പാപ്പ കമ്മുണ്ണിൽ പാപ്പാനെ പറ്റി പറഞ്ഞത്, ആ കമ്മുണ്ണിൽ പാപ്പാൻ്റെ ബക്കൽ നിന്ന് ഇർഷാദുൽ യാഫി എന്ന് പറയുന്ന കിതാബ് ഓതിയ 300 ആളുകൾ ഔലിയാക്കന്മാരാണ്. 300 ആളുകൾ ഔലിയാക്കന്മാർ. അതുകൊണ്ടാണ് ഉസ്താദുൽ ഔലിയ എന്നുള്ള പേര് മഹാനവറുകൾക്ക് വന്നത്. ദുൽഖഅദ് 15 മിനിഞ്ഞാന്ന് കമ്മുണ്ണിൽ പാപ്പാൻ്റെ 92ാമത്തെ ആണ്ടാണ്. ആ ആണ്ടിന് ഈ ഉള്ളവൻ അവിടുത്തെ ഹളറത്തിൽ പോയി ദുആ ചെയ്തു. എൻ്റെ പിതാവിൻ്റെ ഷെയ്ഖിൻ്റെ ഉസ്താദിൻ്റെ ഉസ്താദാണ്. അതുകൊണ്ട് തന്നെ അവിടെ പോയി ദുആ ചെയ്തു. കുറേയേറെ സങ്കടങ്ങളൊക്കെ അവിടെ ബോധിപ്പിച്ചു. വിഷമങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകുന്ന അവസരത്തിൽ അതൊക്കെ കൊണ്ടുപോയി വെക്കൽ മശായിഖന്മാരെടുത്താണ്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു വിഷമമുണ്ടാകുമ്പോൾ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ മഖാമിൽ പോയി അതെല്ലാം അവിടെ കൊണ്ടുപോയി വെക്കും. മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഖാതിമത്തുൽ മുഹഖ്ഖീൻ, വലിയ ഫഖീഹല്ലേ മഹാനവറുകൾ, ഖാതിമത്തുൽ മുഹഖ്ഖീൻ അല്ലേ. അവിടെ നിന്ന് ഈജിപ്തിലെ ഹൈസമുകാരനല്ലേ. അവിടെ ജീവിക്കുന്ന അവസരത്തിൽ വല്ലാതെ വിഷമങ്ങൾ വന്നപ്പോൾ അതെല്ലാം ഒതുക്കി വെക്കൽ അഹ്മദുൽ ബദവി തങ്ങളെ തൊന്തയിൽ അഹമ്മദ് ബദവി തങ്ങളടുത്ത് പോയിട്ടാണ്. അങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടി വിഷമങ്ങൾ സഹിച്ചിട്ട് നിൽക്കാൻ കഴിയാതെ ഇപ്പോഴ് പ്രിയപ്പെട്ട ആൾക്കാരെ ഫുഖഹാക്കളെ പറ്റി ചിലരൊക്കെ പറയുന്നത് അതൊന്നുമല്ല. മഹാന്മാരായ ആളുകൾ അതൊക്കെ പഠിപ്പിക്കാനാണ്
ഇങ്ങനെ ഒരു സദസ്സ് നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത്. ഏതെങ്കിലും ഭാഗത്തിലൂടെ നിങ്ങൾ ബൈക്കിലോ മറ്റോ പോകുമ്പോൾ എന്തെങ്കിലും കേട്ടിട്ട് നിങ്ങൾ ആരും ബേജാറാകരുത്, ആരും ബേജാറാകണ്ട. പ്രിയപ്പെട്ടവരെ, മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തൻ്റെ മുഴുവൻ കഴിവുകളും ഉപയോഗിച്ച് ബുശ്റൽ കരീം എന്ന് പറയുന്ന ഫിഖഹിൻ്റെ കിതാബ് ഉണ്ടാക്കി. അതൊരു കള്ളം കെട്ടുകൊണ്ടുപോയില്ലേ? ഇന്ന് കിട്ടുന്ന ബുശ്റൽ കരീം അല്ല, അതുണ്ടാക്കിയിട്ട് കള്ളം കെട്ടുകൊണ്ടുപോയില്ലേ? മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിൻ്റെ താരീഖിൽ കാണാം, ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, അയാൾ കട്ടുകൊണ്ടുപോയി എന്നല്ലാതെ അയാൾ കരിച്ചു കളഞ്ഞുപോയി. പിന്നെ അത് കിട്ടുമോ? ഇന്നത്തെ മാതിരിയാണോ? PDF ഒന്നും ഉണ്ടാവില്ലല്ലോ, അത് കരിച്ചു പോയി. ആ വിഷയം ഞാൻ ആലോചിക്കുമ്പോൾ എൻ്റെ പുക്കളിൻ്റെ ഭാഗത്തു നിന്ന് എന്തോ ഒരു സാധനം കണ്ട് കയറി വരും, ബേജാറ്, വിഷമം. പടച്ചോനായ കിതാബ് പോയല്ലോ, ഇങ്ങനെ ഒരു മനുഷ്യൻ അത് കൊണ്ടുപോയി കരിച്ചു കളഞ്ഞല്ലോ. അപ്പം ഞാൻ പറയും, അല്ലാഹുമ്മഗ്ഫിർ ലഹു വസാമിഹു, പടച്ചോനെ ഓനക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഓനക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, വസാമിഹു, വിട്ടുവീഴ്ച ചെയ്യണേ അല്ലാ എന്നാണ് ഖാതിമത്തുൽ മുഹഖ്ഖീനായ ഫുഖഹാക്കളുടെ സയ്യിദായ ഫുഖഹാക്കളുടെ നേതാവായ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞതെങ്കിൽ, ഇബ്നു ഹജർ തങ്ങൾക്ക് അതൊക്കെ അനുഭവിക്കേണ്ടി വന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മശായിഖന്മാർ അവർക്കൊക്കെ അതിലപ്പുറം കേൾക്കേണ്ടി വരൂലേ? അതല്ലേ നമ്മോട് മുത്തുനബി നമ്മെ പഠിപ്പിച്ചത്? അതല്ലേ? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, മഹാനായ കുറ്റൂർ കമ്മുണ്ണൂർ പാപ്പ, ആ പ്രദേശത്ത് മുഴുവൻ ആളുകൾക്കും ഒരുപാട് പറയാനുണ്ട്. 92 കൊല്ലമായി വഫാത്തായിട്ട്. ഇപ്പോഴും ആ പ്രദേശത്തുകാർ വലിയ നിലക്ക് അനുസ്മരിക്കും മഹാനവറുകളെ. കുന്നാഞ്ചേരി ജുമാഅത്ത് പള്ളി, കുറ്റൂര് പാക്കടപ്പുറായി, ആ കുറ്റൂര് നമ്മുടെ അടുത്ത പ്രദേശമാണ്. അവിടെയുള്ള കുന്നാഞ്ചേരി ജുമാഅത്ത് പള്ളിയുടെ കിഴക്ക് വശത്ത് പള്ളിയുടെ ആ പള്ളിയിലേക്ക് കയറുന്ന സ്ഥലത്ത് ആ ഖബർ കാണാം. അള്ളാഹു അവിടുത്തെ ദറജ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ആ മഹാനവറുകൾ ഇർഷാദുൽ യാഫിഈ, ഇഹ്യാ ഉലൂമുദ്ദീൻ പോലത്തെ കിതാബുകൾ ഓതിക്കൊടുത്തുകൊണ്ട് മുതഅല്ലിമീങ്ങളെ അവർക്ക് അത്യുന്നതമായ പദവിയിലേക്ക് ആ മുതഅല്ലിമീങ്ങളെ എത്തിക്കുകയാണ്. ആ മുതഅല്ലിമീങ്ങളെ കൂട്ടത്തിൽ പ്രമുഖനാണ് വടകര മുഹമ്മദ് ഹാജി പാപ്പാനേക്കാളും മുമ്പ് ഓതിയ ആളാണ് രണ്ടത്താണിക്കടുത്തുള്ള കിഴക്കേപ്പുറത്തുള്ള മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ. അവരുടെ തറവാട് പുളിക്കത്തൊടി തറവാടാണ്. ആ പുളിക്കത്തൊടി തറവാടും നെടിയിരിപ്പുമായിട്ട് ബന്ധമുണ്ട്. ആ പുളിക്കത്തൊടി തറവാടിൽ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ അവർ തലക്കടത്തൂരിൽ ഈ കമ്മുണ്ണീർ പാപ്പാൻ്റെ അടുത്ത് ഓതുമ്പോൾ കാട്ടിപ്പരുത്തിക്കാരായ ആൾക്കാർ വന്നിട്ട് ഞങ്ങൾക്കൊരു മുദരിസിനെ വേണം. കമ്മുണ്ണീർ പാപ്പാൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ആരെങ്കിലും മുദരിസിനെ അന്വേഷിച്ച് വന്നാൽ ഉള്ള കുട്ടികളിൽ നിന്ന് നല്ലൊരുത്തനെ പറഞ്ഞയക്കും. അങ്ങനെ പരിസരത്തുള്ള എല്ലാ ദർസുകളിലേക്കും കമ്മുണ്ണീർ പാപ്പാൻ്റെ അടുത്ത് വന്ന് മുദരിസുമാരെ കൊണ്ടുപോകും. ആ നിലക്ക് വളാഞ്ചേരിക്കടുത്ത കാട്ടിപ്പരുത്തിക്കാർ ചങ്ങമ്പള്ളി വൈദ്യശാലൻ്റെ ഹെഡ് ഓഫീസാണ്. ചങ്ങമ്പള്ളി വൈദ്യശാല കാട്ടിപ്പരുത്തിയിൽ നിന്നാണ് വന്നത്. ആ വൈദ്യശാല സ്ഥാപിച്ച മമ്മു ഗുരുക്കൾ, ആലിക്കുട്ടി ഗുരുക്കൾ, പ്രിയപ്പെട്ട കുറ്റിപ്പുറം ഉസ്താദ് പറഞ്ഞു തന്നിട്ടുണ്ട്. അവരൊക്കെ നാടന്മാരിൽ നിന്നുള്ള സ്വാലിഹ്യങ്ങളാണ്. അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞതാരാ? ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഹദീസ് ഷെയ്ഖ് ഹസൻ ഹസ്രത്താണത് പറഞ്ഞത്. ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് അവിടെ ചികിത്സക്ക് വന്നപ്പോൾ, ആ ചങ്ങമ്പള്ളിയിൽ ഒഴിച്ചിലിന് വന്നപ്പോൾ വേണ്ടതൊക്കെ മമ്മുക്കുരിക്കളും മറ്റും ചെയ്തു കൊടുത്തിട്ട് അവരെ നല്ലപോലെ പഠിച്ചിട്ട് ആ മമ്മുക്കുരിക്കളും ആലിക്കുട്ടി കുരുക്കളും ഒക്കെ വലിയ വലിയ ആൾക്കാരാണ്. ആലിക്കുട്ടി കുരുക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അവർ നാടന്മാരിൽ നിന്നുള്ള സാധാരണക്കാരിൽ നിന്നുള്ള സ്വാലിഹീങ്ങളിൽപ്പെട്ട ആളുകളാണ്. ആ മമ്മുക്കുരുക്കളുടെയും ആലിക്കുട്ടി കുരുക്കളുടെയും വീട്ടിലാണ് 16 കൊല്ലം കുറ്റിപ്പുറം ഉസ്താദ് ഭക്ഷണം കഴിച്ചത്. സാലിഹീങ്ങളെ ഭക്ഷണം ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് സർട്ടിഫൈ ചെയ്ത നാടന്മാരിൽ നിന്ന് സ്വാലിഹീങ്ങളിൽപ്പെട്ടതാണെന്ന് പറഞ്ഞ നല്ല താടിയാണ്, നല്ല തഖ്വയുള്ള ആൾക്കാരാണ് അവർ. അവരുടെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. ആലിക്കുട്ടി കുരുക്കൾ വെള്ളിയാഴ്ച ജുമഅക്ക്, ആ ജുമഅ നേരത്താണ് മരിക്കുന്നത്, വഫാത്താകുന്നത്. ആ വെള്ളിയാഴ്ചയുടെ തൊട്ടു മുമ്പുള്ള വ്യാഴാഴ്ച ആലിക്കുട്ടി കുരുക്കൾ, ചങ്ങമ്പള്ളി ആലിക്കുട്ടി കുരുക്കൾ കുറ്റിപ്പുറത്ത് വാപ്പാനെ കാണാൻ വന്നു. ഞാൻ സ്വീകരിച്ചിരുത്തി. വാപ്പ അത്ഭുതപ്പെട്ടു പോയി. വാപ്പാക്ക് ഭക്ഷണം കൊടുത്ത ചെലവുടിക്കാരൻ, ആ ചെലവുടിക്കാരൻ വാപ്പാനെ കാണാൻ വന്നിക്കാം. ആ മുത്താലിമനെ 16 കൊല്ലം ഭക്ഷണം കഴിച്ച വീട്ടുകാരൻ വന്നിരിക്കുകയാണ്.
വന്നിട്ട് സംസാരിച്ചു, വേണ്ട പോലെ എല്ലാം സംസാരിച്ചു. അങ്ങനെ വാപ്പ ചോദിച്ചു, എന്തപ്പം നിങ്ങൾ വന്നിക്കണമെന്ന് ചോദിച്ചു. ഞങ്ങളൊന്ന് കാണാൻ വന്നാറ്. ആ ജവാബ് ഞാൻ കേട്ടു, ഞങ്ങളൊന്ന് കാണാൻ വന്നാണ്. പിറ്റേ ദിവസം മരിച്ചുപോയി. അവർ തമ്മിലുള്ള ബന്ധങ്ങളാണത്. സ്വാലിഹീങ്ങളെ നാം മനസ്സിലാക്കേണ്ടതാണത്, ആത്മാർത്ഥമായുള്ള ആ ബന്ധങ്ങൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാട്ടിപ്പരുത്തിക്കാർ വന്നു. ഇവരൊക്കെയാണ് ഈ ആലിക്കുട്ടി കുരിക്കളും അവരുടെ മക്കളും അങ്ങനെയുള്ള അവരൊക്കെയാണ് ആ മഹല്ല്, ആ കമ്മിറ്റി കൊണ്ട് നടക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. സഹോദരങ്ങളെ, പറഞ്ഞു വരുന്നത്, കാട്ടിപ്പരുത്തിക്കാർ വന്നപ്പോൾ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാരെ വിളിച്ചു. 18 വയസ്സാണെന്ന് മൊഹീദ്ദീൻ കുട്ടിയിലായിരിക്കും. 18 വയസ്സാണ്. വിളിച്ചിട്ട് പറഞ്ഞു, 18 കുട്ടികളെയും കൊടുത്തു. 18 കുട്ടികളെയും കൊടുത്തുകൊണ്ട് നിങ്ങൾ കാട്ടിപ്പരുത്തിയിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞയച്ചതാണ്. മഹാനായ കുറ്റൂർ കമ്മുണ്ണീർ പാപ്പ ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞയച്ചാൽ അയാൾക്ക് മുഴുവൻ കിതാബുകളും ദർസെടുത്താൻ കഴിയും. ഒരു കിതാബും നോക്കേണ്ടതില്ല, ഒരു കിതാബ് ഓതേണ്ടതില്ല. മുഴുവൻ കിതാബുകളും ദർസെടുത്താനുള്ള കഴിവാണ് ആ പറഞ്ഞയക്കൽ, ആ ഇജാസത്ത്. ബഹുമാനപ്പെട്ട കുറ്റിപ്പുറ ഉസ്താദ് എപ്പോഴും പറയും, എൻ്റെ ഉസ്താദ് മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ എല്ലാം തഹക്കീക്കുള്ള ആളാണ്. 1000 മുനാസഖ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് തീരുമാനിക്കുന്ന ആളാണ്. 1000 മുനാസഖ ഒറ്റ സെക്കൻഡ് കൊണ്ട് തീരുമാനിക്കാൻ കഴിവുള്ള ഫഖീഹാണ്. കാരണം മഹാനായ കമ്മുണ്ണീർ പാപ്പ കോടഞ്ചേരി അഹമ്മദ് മുസ്ലിയാരിൽ നിന്ന് ഓതിയ ആളാണ്. കമ്മുണ്ണീർ പാപ്പ കോടഞ്ചേരി അഹമ്മദ് മുസ്ലിയാരിൽ നിന്ന് ഓതിയിട്ടുണ്ട്. കോടഞ്ചേരി അഹമ്മദ് മുസ്ലിയാരുടെ മകൻ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ, ഫഖീഹ് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ എന്നാണ് അവരെ പറ്റി പറയാം. അവരെ വക്കെന്ന് ഓതിയിട്ടുണ്ട്. മഹാനായ പെരുമ്പടപ്പിൽ മറപട്ട് കിടക്കുന്ന കുഞ്ഞഹമ്മദ് വലിയുള്ളാൻ്റെ ഉസ്താദ് മണലിൽ എന്തു മുസ്ലിയാർ, അവരെപ്പറ്റി സൈനുദ്ദീൻ റംലി എന്ന് പറയാറുണ്ട്. റംലി എന്ന് പറഞ്ഞ് മണലിൽ എന്ത് മുസ്ലിയാരായതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ് എന്നല്ലാതെ അഹമ്മദ് റംലിയുടെയോ മുഹമ്മദ് റംലിയുടെ പിൻഗാമിയായി പറഞ്ഞതല്ല. ഏന്തുവിലിരുന്നാ പറയൽ, മണലിൽ ഏന്തുവിലിരുന്നാണ് പഴയ കാലത്ത് പറയൽ. ആ മണലിൽ എന്ത് മുസ്ലിയാരുടെ അടുത്ത് ഇൽമു പഠിക്കാൻ വേണ്ടി വന്നതാണ് പുത്തമ്പള്ളി കുഞ്ഞഹമ്മദ് വലിയുള്ളാഹി. ആ മണലിൽ എന്ത് മുസ്ലിയാരവക്കൊന്നും കമ്മുണ്ണീർ പാപ്പ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വിഷയത്തിലും ഫായിഖാണ്. ഈ മണലിൽ എന്ത് മുസ്ലിയാരെ പറ്റിയൊക്കെ കുറ്റിപ്പുറം ഉസ്താദ് മാപ്പ പറഞ്ഞെന്നതാണ്. മാപ്പ ഞങ്ങളോട് പറയും, ഞാൻ എൻ്റെ ആയ കാലത്ത്, ചെറുപ്പകാലത്ത് ഷൈബാനിക്ക് ദറസീർത്തി വന്നാൽ കുറ്റിപ്പുറത്ത് നിന്നിങ്ങനെ നടക്കും, പൊന്നാനി വരെ നടക്കും. കുറ്റിപ്പുറത്തുനിന്ന് പൊന്നാനി വരെ നടന്നിട്ട് അവിടെയുള്ള എല്ലാ മഹാന്മാരെടുത്തും ഞാൻ സിയാറത്തിന് പോകും. അവിടെ നിന്ന് ഞാൻ പുത്തമ്പള്ളി വെളിയങ്കോട് ഇവിടെയൊക്കെ നടന്നു പോകും. വർഷങ്ങളോളം ആരോഗ്യമുള്ള സമയത്ത് അങ്ങനെയാണ്. അങ്ങനെ നടന്നു പോയി ആഴ്ചകൾ കഴിയും തിരിച്ചു വരാൻ. അങ്ങനെ ഈ നൂണക്കടവിൽ മറവിട്ട് കിടക്കുന്ന മണലിൽ എന്ത് മുസ്ലിയാർ സൈനുദ്ദീൻ റംലി നൂണക്കടവിലാണ്, പുത്തമ്പള്ളിക്കപ്പുറത്താണ്. ഇപ്പോഴും മഖാം അവിടെയുണ്ട്. ഞാൻ അവിടെ പോയി സിയാറത്ത് ചെയ്യും. എന്നിട്ടാണ് പുത്തമ്പള്ളിക്ക് സിയാറത്തിന് പോകുക. ആദ്യം ഉസ്താദിനെ സിയാറത്ത് ചെയ്യും. നോക്ക് നിങ്ങൾ, ആദ്യം ഉസ്താദിനെ സിയാറത്ത് ചെയ്യും. എന്നിട്ട് ഞാൻ പുത്തമ്പള്ളി ഓരോടത്തേക്ക് പോകും. അങ്ങനെ പോയി ബുഖാറ വരെ പോവും. ബുഖാറയിൽ കോയക്കുട്ടി തങ്ങൾ, അതേപോലെ തന്നെ അങ്ങനെയുള്ള മഹാന്മാരായ ആൾക്കാരൊക്കെ ചാവക്കാട് ബുഖാറിയിലുണ്ട്. അവിടെയൊക്കെ പോയി അവരുമായി സമ്പർക്കം പുലർത്തി. സുബ്ഹാനല്ലാഹ്, ഞാനൊരിക്കൽ പൊന്നാനിയിൽ സിയാറത്തിന് ചെന്നപ്പോൾ പൊന്നാനിയിൽ വലിയ ജുമാഅത്ത് പള്ളിയിൽ ജുമാ തുടങ്ങുന്നതിന് മുമ്പ് ജുമാ തുടങ്ങിയ തോട്ടുങ്ങ പള്ളിയുണ്ട്, ഇപ്പോഴുണ്ട്. തോട്ടുങ്ങ പള്ളിയിലാണ് മഹദൂ തങ്ങൾ പൊന്നാനിക്ക് വരുമ്പോൾ അവിടെ ജുമാ ഉള്ളത്. പിന്നെ മഹദൂം തങ്ങൾ വലിയ ജുമാഅത്ത് പള്ളിയിൽ ജുമാ നിർത്തിയതാണ്. ആ ജുമാ നിർത്തുന്നതിൻ്റെ മുമ്പ് മഹദൂം തങ്ങൾ അകത്തെ പള്ളി എന്ന് പറയുന്ന മഖദൂമിയ അകത്തെ പള്ളി എന്ന് പറയുന്നൊരു പള്ളി, ജുമാഅത്ത് പള്ളിക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ഇപ്പോഴും ആ പള്ളിയുണ്ട്. ആ പള്ളിയിൽ ഇരുന്നിട്ടാണ് മഹാനായ മഖദൂം തങ്ങൾ വലിയ ജുമാഅത്ത് പള്ളി ഉണ്ടാക്കിയത്. അപ്പോഴൊക്കെ ഈ തോട്ടുങ്ങ പള്ളിയിലാണ് ജുമായുള്ളത്. തോട്ടുങ്ങ പള്ളി എന്ന് പറഞ്ഞാൽ പുറത്തൂരിലേക്കുള്ള കടവിൻ്റെ അടുത്തുള്ള പള്ളിയാണത്. അവിടെ ഈ ഉള്ളവൻ സിയാറത്തിന് ചെന്നപ്പോൾ അവിടെ മറവിട്ട് കിടക്കുന്നത് മഹാനായ അഷൈഖ് ഉസ്മാൻ അൽ ഖുറാസാനി എന്ന ഉത്തമ മുസ്ലിയാരാണ് റഹ്മത്തുള്ളാഹി അലൈഹി. അവരാണ് അവിടെ മറവിട്ട് കിടക്കുന്നത്. കാഞ്ഞീരമറ്റത്തുള്ള മഹാനായ ഫരീദ് ഔലിയ പാപ്പയെ സംബന്ധിച്ച് പറയുന്നത് മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ ശിഷ്യനാണെന്നാണ് ഫരീദ് ഔലിയ പാപ്പയെ സംബന്ധിച്ച് പറയുന്നത്. ആ ഫരീദ് ഔലിയ പാപ്പാൻ്റെ ശിഷ്യനാണ് ഈ തോട്ടുങ്ങ പള്ളിയിൽ മറവിട്ട് കിടക്കുന്ന ഉത്തമ മുസ്ലിയാർ. അവിടെ സിയാറത്തിന് ചെന്നപ്പോൾ അന്ന് മഖാമിൻ്റെ പരിപാലകനായ ഉമർ മുസ്ലിയാർ എന്നോട് പറഞ്ഞു, നിങ്ങളെ വാപ്പ അവിടെ സിയാറത്തിന് വന്നാൽ കുറേ നേരം ആ ഖബറിൻ്റെ അടുത്ത് ഇങ്ങനെ മക്കബറിൻ്റെ അടുത്ത് ഇങ്ങനെ തലയും താത്തി നിൽക്കും. കുറേ നേരം ദുആക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കുറേ നേരം അവിടെ ഇങ്ങനെ നിൽക്കുന്നത്, അവരുമായുള്ള ഖുർബിന് വേണ്ടി നിൽക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വാപ്പാക്ക് സുഖമില്ലാത്തതുകൊണ്ട് വരാതിരിക്കല്ലേ എന്ന് പറഞ്ഞു. ആവുന്ന സമയത്ത്
എല്ലാ മഹാന്മാരെടുത്തും പോയി അവർക്ക് ഖിദ്മത്ത് ചെയ്തു കൊടുത്ത്. പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാരെടുത്ത് മഹാനൗറുകൾ ആലുവായിക്കപ്പുറത്തുള്ള സ്ഥലത്താണ് മഹാനൗറുകൾ ഉള്ളത്. അവിടെ പോയിട്ട് പാനായിക്കുളത്ത് പോയിട്ട്, പാനായിക്കുളം എന്ന് പറയുന്നത് ആലുവായിക്കപ്പുറത്താണ്, അവിടെ പോയിട്ട് പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാർക്ക് ഖിദ്മത്ത് ചെയ്യും. അങ്ങനെ അവർക്ക് ഖിദ്മത്ത് ചെയ്യുമ്പോൾ ഖാദിമിൻ്റെ അടുത്ത് പറയും, ഇന്ന് കിണ്ടി ഞാനെടുത്തോളാം. അങ്ങനെ പറയും, ഇന്ന് കിണ്ടി ഞാനെടുത്തോളാം എന്ന് വെച്ചാൽ വെള്ളം കൊടുക്കലും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയും. അങ്ങനെ അവർക്ക് ഖിദ്മത്ത് ചെയ്തു കൊടുക്കും. ഇങ്ങനെയായിരുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ ജീവിച്ചിരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ മഹാനായ കമ്മുണ്ണിൽ പാപ്പ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാരെ പറഞ്ഞയച്ചു. മഹാനായ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ പല കിതാബ് ഓതിയിട്ടില്ല. ആ കൂട്ടത്തിൽ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ മഹല്ലി ഓതിയിട്ടില്ല, മഹല്ലി ഒരു ജുസു പോലും ഓതിയിട്ടില്ല. അങ്ങനെ ഓതാത്ത മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ, പാപ്പാൻ്റെ ഉസ്താദ്, കുറ്റിപ്പുറം ഉസ്താദിൻ്റെ ഉസ്താദ് മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുത്തഅല്ലിമീങ്ങളെ, ഉലമാക്കളെ, മഹാനൂറുകൾ മഹല്ലി ദർസ് നടത്തുകയാണ്. അസഹും അൽഹറും ഇങ്ങനെ അതിൻ്റെ ഇസ്തിലാഹാത്തുകളൊക്കെ വിശദീകരിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ വിശദീകരിച്ച് കൊടുക്കുമ്പോൾ ഒരു ദിവസം ചങ്ങമ്പള്ളി വൈദ്യശാലയിൽ ചികിത്സയ്ക്ക് വേണ്ടി മഹല്ലിയുടെ സ്പെഷ്യലിസ്റ്റായി അന്ന് അറിയപ്പെടുന്ന മഹാനായ പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അന്ന് മഹല്ലിയുടെ സ്പെഷ്യലിസ്റ്റായി തട്ടാങ്ങര കുട്ടിയ മുസ്ലിയാരിൽ നിന്ന്, അവർക്ക് വലിയ ഫഖീഹ്യങ്ങളാണ്, തട്ടാങ്ങര കുട്ടിയ മുസ്ലിയാരിൽ നിന്ന് മഹല്ലി ഓതിയ ആളാണ് പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാർ. തട്ടാങ്ങര കുട്ടിയ മുസ്ലിയാരുടെ മകളുടെ ഭർത്താവായതുകൊണ്ടാണ് പുതിയാപ്പള എന്നുള്ള പേര് വന്നത്. അങ്ങനെയാണ് പുതിയാപ്പള ഉസ്താദിൻ്റെ മരുമകനായതുകൊണ്ട് പുതിയാപ്പള എന്നുള്ള പേര് വന്നതാണ്. ആ തട്ടാങ്ങര കുട്ടിയ മുസ്ലിയാരിൽ നിന്ന് തൻ്റെ ഷെയ്ഖും ഉസ്താദും അമ്മോശനുമായ കുട്ടിയ മുസ്ലിയാരിൽ നിന്ന് അങ്ങനൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ ഉസ്താദും അതുപോലെ തന്നെ അമ്മോശനൊക്കെ ഓരോരുത്തരായിട്ടുണ്ടാകും. അത് ചില ആൾക്കാർക്ക് അതൊന്നും അറിയാത്തത് കൊണ്ടിട്ടാണ്. കാരണം മഹാനായ തട്ടാങ്ങര കുട്ടിയ മുസ്ലിയാരുടെ മരുമകനാണ് മഹാനായ പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാർ. അപ്പോൾ അവർക്ക് പുതിയാപ്പള എന്നൊക്കെ പേരൊക്കെ ഉണ്ടാകും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതൊക്കെ നമ്മൾ മഹാന്മാരെ സംബന്ധിച്ച് മനസ്സിലാകുമ്പോൾ നമുക്കതൊക്കെ മനസ്സിലാകും. ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെയുള്ള പോയിൻ്റ് എന്താണെന്നറിയോ? പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാർ ചികിത്സക്ക് വന്നപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിക്കൊക്കെ വന്നു. കാട്ടിപ്പരുത്തി പള്ളിയിലേക്ക് വന്നപ്പോൾ കുറ്റിപ്പുറം ഉസ്താദിൻ്റെ ഉസ്താദ് മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ മഹല്ലി ദർസെടുത്തുമ്പോൾ പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാർ അത് പുറത്തുനിന്ന് ഇങ്ങനെ കേട്ടു. അങ്ങനെ ഒരു സ്വഭാവം വലിയ ഉലമാക്കൾക്ക് കൊണ്ട് പുറത്തുനിന്ന് ഇങ്ങനെ കേട്ടു. അങ്ങനെ കേട്ട് മഹല്ലി ദർസ് കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് കയറി ചെന്ന്, അപ്പോൾ ഉസ്താദിന് വലിയ പേടിയായി. കാരണം പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാർ ആണല്ലോ, വലിയ മഹാനാണല്ലോ, മഹല്ലിൻ്റെ സ്പെഷ്യലിസ്റ്റാണല്ലോ. എന്നിട്ട് സംസാരത്തിൻ്റെ ഇടയിൽ ചോദിച്ചു, നിങ്ങൾ എവിടുന്ന മഹല്ലി ഓതിയെന്ന് ചോദിച്ചു. അപ്പം മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ പറഞ്ഞു, ഞാൻ മഹല്ലി ഓതിയിട്ടില്ല. അപ്പോൾ പുതിയാപ്പുള്ളിയിലേർ എന്നാണ് പഴയ കാലത്ത് പറയാം. പുതിയാപ്പുള്ളിയിലേരുടെ മറുപടി, സുബ്ഹാനല്ലാഹ്, മൊയ്ലിയർ കുത്തിട്ട സ്ഥലമാണല്ലോ അത്. മൊയ്ലിയർ കുത്തിട്ട സ്ഥലത്ത് നിങ്ങൾക്ക് നല്ല എളുപ്പമായല്ലോ, നിങ്ങൾക്കത് വേഗം മനസ്സിലായല്ലോ. ആ മക്കാം, ആ മഹല്ല് നിങ്ങൾക്ക് വേഗം മനസ്സിലായല്ലോ. മൊയ്ലിയർ കുത്തിട്ട സ്ഥലമാണല്ലോ. കുത്തിടുക എന്ന് പറഞ്ഞാൽ അത് സംശയമുള്ള സ്ഥലത്ത് മഹാന്മാരായ ആൾക്കാർ ആ ഇബാറത്തിൻ്റെ തെഹത്തിൽ അതിൻ്റെ താഴെ ഒരു കുത്തിടും. അവിടെ സംശയമുണ്ട്, പിൽക്കാലത്ത് ആരെങ്കിലും വന്നാലോ മറ്റൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനാണ് കുത്തിടുന്നത്. അല്ലെങ്കിൽ മറ്റ് ഹവാശികളൊക്കെ മുത്താല ചെയ്ത് ആ സംശയം തീർക്കാനാണ്. ഞാൻ ബഹുമാനപ്പെട്ട ഹക്കുൽ മുഹഖിഖീൻ കൈപ്പറ്റ വീരാൻകുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ വീട്ടിൽ, കുമ്മണിപ്പറമ്പിലുള്ള ആ വീട്ടിൽ, അവിടെ അങ്ങനെ കുമ്മണിപ്പറമ്പ്, അവിടെ ചെന്നിട്ട് അവിടുത്തെ ഫത്ഹുൽ മുഈൻ, അന്ന് അവിടുത്തെ മകൻ ഹയാത്തുള്ള സമയത്താണ് ഫത്ഹുൽ മുഈൻ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ മുതഅല്ലിമാകുന്ന കാലത്ത് അത് പോയി കണ്ടു. അതൊക്കെ കണ്ടത് ഈ മഹാന്മാരെ പറ്റിയൊക്കെ ചെറുപ്പത്തിലേ വാപ്പ പറഞ്ഞു തരും. മഹാനായ ശംസുൽ ഇൽമ ഈക്കെ ഉസ്താദിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ 10 വയസ്സിന് മുമ്പ് തന്നെ എനിക്കറിയാം. എഴുത്തച്ഛൻകണ്ടി കോയക്കുട്ടി മുസ്ലിയാർ നന്നേ പറയും. കോയക്കുട്ടി മുസ്ലിയാരുടെ മൂത്ത മകനാണ് ശംസുൽ ഇൽമ ഈക്കെ ഉസ്താദ്. പറമ്പക്കടത്തുകാരൻ വലിയ ബുദ്ധിയുള്ള ആളാണ് എന്ന് കണ്ണിയമ്മുലിയർ പറയാറുണ്ട് എന്നൊക്കെ ഈക്കെ ഉസ്താദിനെ സംബന്ധിച്ച് വളരെ ചെറുപ്പത്തിലേ ഞാൻ കേട്ടിട്ടുണ്ട്. അന്നൊന്നും ഇതൊന്നും തിരിയില്ലെങ്കിലും കൂടി അത് മനപ്പാടമായി. എഴുത്തച്ഛൻകണ്ടി കോയക്കുട്ടി മുസ്ലിയാർ എന്നൊക്കെ ആർക്ക് എവിടുന്ന് തിരിയാനാണ്? പിന്നെ അതിൻ്റെ മാനകളൊക്കെ മനസ്സിലായി. അന്നേ അതൊക്കെ പറഞ്ഞു തരും. എൻ്റെ ഉമ്മാക്ക് ആ പേരുകളൊക്കെ മനപ്പാടാണ്. കാരണം
അവരെ സംബന്ധിച്ചൊക്കെ അമ്മാക്കും പറഞ്ഞു കൊടുക്കും, ഈ മഹാന്മാരെ സംബന്ധിച്ചൊക്കെ അമ്മാക്കും പറഞ്ഞു കൊടുക്കും, എല്ലാ മഹാന്മാരെ പറ്റിയും പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ മഹത്തുക്കളായ ആളുകളെ സംബന്ധിച്ചൊക്കെ നല്ലവണ്ണം നേരത്തെ അറിയുകയും മനസ്സിലാക്കി തരികയും ചെയ്ത ആളാണ്. പറഞ്ഞു വരുന്നത്, മൊയിലേര് കുത്തിട്ട സ്ഥലമാണെന്ന് പറഞ്ഞപ്പോൾ കുട്ടി മൊയിലേരാണ്, തട്ടാങ്കര കുട്ടി മൊയിലേരാണത്. അവർ കുത്തിട്ട സ്ഥലം നിങ്ങൾക്ക് എളുപ്പമായല്ലോ. ഇത് താലിമീങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഉസ്താദിൻ്റെ കുരുത്തും പൊരുത്തും ഉണ്ടായാൽ, ഉസ്താദിൻ്റെ കുരുത്തും പൊരുത്തും അതാണ് ഇൽമ്. അവനാണ് ദീൻ പറയാൻ അർഹൻ. അവൻ്റെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് അതാണ്, ഉസ്താദിൻ്റെ കുരുത്തും പൊരുത്തും ഉണ്ടാവുക എന്നുള്ളതാണ്. മഹാനായ കട്ടിപ്പരുത്തി ഉസ്താദ് മഹാനൗറുകൾ ഈ കിതാബുകളൊക്കെ തന്നെ വളരെ വിശാലമായി ദർസ് ചൊല്ലി കൊടുക്കുകയാണ്. കമ്മുണ്ണേരി പാപ്പാൻ്റെ വക്കെന്ന് കിട്ടിയ ആ നൂർ, അതുകൊണ്ട് ഒരു പ്രയാസം കൂടാതെ മുഴുവൻ കിതാബുകളും 16 കൊല്ലാണ് അവിടെ ഓതിയത്. അതിൻ്റെയൊക്കെ ഒരു ക്ഷമ നോക്കണങ്ങൾ. 16 കൊല്ലമാണ്. ഇപ്പോഴത്തെ മുത്താലിമീങ്ങൾക്ക് അതൊരു ഒജുഹുമ്മ പോലും തസവൂറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 16 കൊല്ലം എങ്ങനെയാണ് ഒറ്റ ദർസിൽ ഒരൊറ്റ ഉസ്താദിൻ്റെ കീഴിൽ ഇരുന്നിട്ട് 16 കൊല്ലം ഓതുകയാണ്. അതിൻ്റെ മുമ്പ് 4 കൊല്ലം ഓതിയിട്ടുണ്ട്. എല്ലാ ഫന്നുകളും എല്ലാ വിഷയങ്ങളും കമ്മുണ്ണേരി പാപ്പാൻ്റെ വക്കിൽ നിന്നുള്ള ഇഹ്യ, അതേപോലെ തന്നെ യാഫിഈ, ഇതൊക്കെ നല്ലപോലെ നന്നാക്കി, അതൊക്കെ പൂർണ്ണമായി നന്നാക്കി. കുറ്റിപ്പുറം ഉസ്താദിൻ്റെ അൽഫിയ, അതേപോലെ തന്നെ ഫത്ഹുൽ മുഈനൊക്കെ എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. എല്ലാം വിശാലമായി ഏത് കിതാബുണ്ടോ, സഹീഹുൽ ബുഖാരി പൂർണ്ണമായും ശറഹ് ചെയ്ത് നന്നാക്കിയിരിക്കുന്നു. സഹീഹുൽ ബുഖാരി പൂർണ്ണമായും ശറഹ് ചെയ്ത് നന്നാക്കിയിരിക്കുന്നു. ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങളപ്പോൾ പേപ്പറിലും കൂടി ശറഹ് ചെയ്തെന്നറിയും, നിങ്ങളപ്പോൾ പേപ്പറിലും കൂടി ശറഹ് ചെയ്തെന്നറിയും. അങ്ങനെ എല്ലാ വിഷയത്തിലും അവരുടെ സ്വന്തമായ അഭിപ്രായം പറയുന്ന സ്വഭാവക്കാരനാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ ആ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ വക്കൽ നിന്ന് എല്ലാ കിതാബുകളും ആ ഉസ്താദിന് അസുഖമാകുന്നത് വരേക്കും ഓതി. ഉസ്താദിന് അസുഖമായി, സുഖമില്ലാതെയായപ്പോൾ ആ ഉസ്താദിൻ്റെ ദർസിലെ മുതിർന്ന മുതഅല്ലിമീങ്ങൾക്ക് ദർസ് ചൊല്ലിക്കൊടുത്തു. ഉയർന്ന മുതഅല്ലിമീങ്ങൾക്ക് 1 കൊല്ലം ദർസ് ചൊല്ലിക്കൊടുത്തു. എന്നിട്ട് ശമ്പളം ഉസ്താദിന് കൊണ്ടുപോയി കൊടുത്തു. 1 വർഷം ദർസ് ചൊല്ലിക്കൊടുത്തിട്ട് ശമ്പളം ഉസ്താദിന് കൊണ്ടുപോയി കൊടുത്തു. ഉസ്താദിന് സുഖമില്ലാതെയായപ്പോൾ പിന്നെ ആ ദർസിൽ വന്ന കടൂപ്പുറം മുഹമ്മദ് മുസ്ലിയാർ, അബ്ദുൽ അലി എന്ന കോമു മുസ്ലിയാർ, പനയത്തിൽ പള്ളിയിൽ ഒരുപാട് കാലം ദർസ് നടത്തിയ അബ്ദുൽ അലി എന്ന കോമു മുസ്ലിയാർ മഹാനായ ശൈഖുന കോട്ടുമല ഉസ്താദിൻ്റെ അമ്മോശനും മരുവനൊക്കെ ഈ ദീനീ രംഗത്ത് ഒരുപാട് നമുക്ക് കാണാൻ കഴിയും. ശൈഖുന കോട്ടുമല ഉസ്താദ്, ആ ഉസ്താദിൻ്റെ ഉസ്താദാണ് അബ്ദുൽ അലി എന്ന കോമു മുസ്ലിയാർ. ആ കോമു മുസ്ലിയാരുടെ മകളെ കല്യാണം കഴിച്ച ആളാണ് കോട്ടുമല ഉസ്താദ്. ആ അബ്ദുൽ അലി എന്ന കോമു മുസ്ലിയാരുടെ പ്രധാനപ്പെട്ട ശിഷ്യനായ കടൂപ്പുറം മുഹമ്മദ് മുസ്ലിയാർ കാട്ടിപ്പരുത്തിയിൽ ദർസിന് വന്നപ്പോൾ അവർ വലിയ മഴക്കൂലിയായിരുന്നു. എല്ലാ മഴക്കൂലാത്തും നല്ലപോലെ തിരിയുന്ന ആളായിരുന്നു. അവരിൽ നിന്നും കിതാബ് ഓതിയിട്ടുണ്ട്. പാങ്ങിൽ അബ്ദുള്ള മുസ്ലിയാർ, അതിരാം പട്ടണത്ത് മറപെട്ട് കിടക്കുന്ന വലിയ ഫഖീഹും വലിയ കഴിവുള്ള ആളുമായ പാങ്ങിൽ അബ്ദുള്ള മുസ്ലിയാർ അടുത്തൊന്നും കാട്ടിപ്പരുത്തിയിൽ നിന്ന് തന്നെ ഓതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, മഹാനായ കമ്മുണ്ണി മുസ്ലിയാർ പാപ്പ, ആ കമ്മുണ്ണി മുസ്ലിയാർ പാപ്പാൻ്റെ ദർസിൽ ഓതിയിരുന്ന യാഫിഈ ഓതിയിരുന്ന 300 ആളുകൾ ഔലിയാക്കന്മാരായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിലായത്തിൻ്റെ മർത്തബ എത്തിച്ചവരായിരുന്നു. ഈയിടെ ഒരാളുടെ ക്ലിപ്പിംഗ് എനിക്ക് കേൾപ്പിച്ചു തന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം ആ ക്ലിപ്പിങ്ങിൽ പറയുകയാണ്, ഒരു വലിയ മഹാൻ, അത്യുന്നതനായ മഹാൻ, ആ മഹാനെ സംബന്ധിച്ച് മറ്റൊരു മഹാൻ പറഞ്ഞിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ വിലായത്ത് പഴച്ചുപോയി, അദ്ദേഹത്തിൻ്റെ വിലായത്ത് പഴച്ചുപോയി. ഈ വിലായത്ത് എങ്ങനെ പഴച്ചു പോവുക? വിലായത്ത് എന്ന് പറയുന്ന സാധനം ഒരു മദ്മൂമായ സിഫത്ത് കൊണ്ട് മുത്തസിഫാകുന്നതാണോ? അതെങ്ങനെ പഴച്ചു പോവുക? വിലായത്ത് എങ്ങനെ പഴച്ചു പോവുക? അതൊരാളും പറയില്ലല്ലോ. ഒരു മുത്തഫരീദ് ഓതിയ മുതഅല്ലിം പോലും വിലായത്ത് പഴച്ചു എന്ന് പറയോ? വിലായത്ത് എങ്ങനെ പഴക്കുക? മഹാനായ സഅദുദ്ദീൻ തഫ്തദാനി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ അഖായിദുൻ നസഫിയുടെ ശറഹിൽ എഴുതി, ആരാണ് വലിയ്? അൽ വലിയു അൽ ആരിഫു ബില്ലാഹ് വസിഫാത്തിഹി ഹസ്ബ മാ യുംകിനു
അൽ മുവാലിബു അല ത്വാആതി അൽ മുജ്തനിബു അനിൽ മആസി അൽ മുഅ്രിദു അനിൽ ഇൻഹുമാകി ഫിൽ ലദ്ദാതി വശഹവാത്ത്. എന്താണ് അതിൻ്റെ അർത്ഥം? അൽ ആരിഫു ബില്ലാ, അല്ലാഹുവിനെ സംബന്ധിച്ച് അറിയുന്ന ആളാണ്. വസിഫാത്തിഹി, അള്ളാഹിൻ്റെ സിഫാത്തുകളെ സംബന്ധിച്ചും അറിയുന്ന ആളാണ്. ഹസ്ബമായും കിനും, കഴിവിൻ്റെ പരമാവധി അറിയുന്ന ആളാണ്. അങ്ങനെ അറിയുന്ന ആളാണ്. അവർക്കാണ് അള്ളാഹു വിലായത്ത് കൊടുക്കുക. അള്ളാഹു ഒരാൾക്ക് വിലായത്ത് കൊടുത്താൽ അത് പിന്നെ മദ്മൂമാവുലോ വിലായത്ത്. ആ വിലായത്ത് ഒരിക്കലും ഒരു മദ്മൂമായ സിഫത്ത് കൊണ്ട് മുത്തസിഫാകോ വിലായത്ത്. അങ്ങനെ പറ്റുന്ന നല്ലതും ചീത്തയും ആവാൻ പറ്റുന്നൊരു സാധനമല്ല അത്. അത് ഫുൾ ബിൽക്കുല് അത് നല്ലതാണ്, സ്വലാഹിയത്തുള്ളതാണ് ബിൽക്കുൽ. അതിൽ ഒരു ജുസ് പോലും ആ വിലായത്തിൻ്റെ ഒരു സാധനം പോലും നല്ലതല്ലാത്തതുകൊണ്ട് മുത്തസിഫാവൂല. അപ്പം അതുകൊണ്ട് ഒരു മുത്തഫരിദ് ഓതിയ ആൾ പോലും വിലായത്ത് പഴച്ചു പോയി എന്ന് പറയില്ല. അത് ഇയാൾ എന്താ പറയണതെന്ന് അല്ലാഹു അഅലം. അങ്ങനെ ഒരാൾ പറഞ്ഞു, ഒരു കുട്ടി പറഞ്ഞു, ആ മഹാൻ്റെ അടുത്തൊരു കുട്ടി എന്നപ്പോൾ കുട്ടിനോട് പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. സുബ്ഹാന ജല്ല ജലാലു വലിയനെ സംബന്ധിച്ച് പറഞ്ഞത് കഴിവിൻ്റെ പരമാവധി അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അള്ളാഹിനെ അറിയണം. അതേപോലെ തന്നെ സിഫാത്ത് അറിയണം. അൽ മുവാലിബു അല ത്വാആത്ത്, ത്വാഅത്തുകൾ പതിവായി ചെയ്യണം. അവിടെ ശറഹുൽ അഖായിദിൻ്റെ മുഹ്ഷികൾ എഴുതി ഹത്താ ഖീല ഇന്നൽ വലിയൽ കാമില ലാ യത്റുകുൽ മന്ദൂബ. ഇന്നൽ വലിയൽ കാമില, ഒരു കമാലിയത്തുള്ള വലിയ, ലാ യത്റുകുൽ മന്ദൂബ. കമാലിയത്ത് എന്ന് പറയുന്നത് അതിൻ്റെ ദാത്തിനേക്കാൾ സായിദായ ഒന്നാണ്. വിലായത്ത് ഉണ്ടായിട്ട് ഉണ്ടാകുന്ന ഒന്നാണ് വിലായത്തിലെ കമാലിയത്ത്. അതാണ് കാമിൽ എന്ന് പറഞ്ഞാൽ. കമാലിയത്ത് ഇല്ലാത്ത ആൾക്ക് നുക്സാൻ ഉണ്ടെന്നല്ലാതെ അപ്പോഴും പഴച്ച വിലായത്ത് അപ്പോഴും പറയില്ല, അത് പറയാൻ കഴിയില്ല. കമാലിയത്ത് എന്നുള്ളതും തമാമിയത്ത് എന്നുള്ളതൊക്കെ ഫർക്കുണ്ടെന്ന് മഹാന്മാരായ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ശറഹുൽ അഖായിദിൻ്റെ മുഹ്ഷി പറയുന്നത് ഇന്നൽ വലിയൽ കാമില, കാമിലായ ഒരു വലിയ ലാ യത്റുകുൽ മന്ദൂബ, അദ്ദേഹം മന്ദൂബ് ഒഴിവാക്കൂല, ഒരു സുന്നത്തും അദ്ദേഹം ഒഴിവാക്കൂല. അങ്ങനെ ഒഴിവാക്കാത്ത ആളെ കമാലിയത്തുള്ള വലിയാവുകയുള്ളൂ എന്നവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയുന്നത് അൽ മുജ്തനിബു അനിൽ മആസി, എല്ലാ മഅസിയത്തുകളെ തൊട്ടും അകന്നു നിൽക്കുന്ന ആളാണ്. എത്രത്തോളം അവിടെ മുഹ്ഷികൾ എഴുതി കൊടുത്തു? അതേ കബീറത്ത് ചെയ്താൽ, അതുപോലെ തന്നെ സഗീറത്തിൻ്റെ മേൽ ഇസ്റാർ ഉണ്ടായാൽ, കബീറത്ത് ചെയ്തു സന്തോഷം ചെയ്തു, അല്ലെങ്കിൽ സഗീറത്തിൻ്റെ മേൽ ഇസ്റാർ ഉണ്ടായി എപ്പോഴും ആ സഗീറത്ത് ചെയ്താൽ യഖ്റുജു അനിൽ വിലായ, വിലായത്തിനെ തൊട്ട് അവൻ പുറത്തേക്ക് പോകും, അവനക്ക് വിലായത്തുണ്ടാവൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അൽ മുഅ്രിദു അനിൽ ഇൻഹുമാകി ഫിൽ ലദ്ദാതി വശഹവാത്ത്, ഇവകളിൽ നിന്നൊക്കെ ഇഅ്റാദ് ചെയ്യുന്നവൻ, അതിനെ തൊട്ട് തിരിഞ്ഞു കളയുന്നവൻ. ഇഅ്റാദിൻ്റെ മാനയൊക്കെ മുതഅല്ലിമീങ്ങൾക്കും ഉലമാക്കൾക്കൊക്കെ അറിയാം. ഏതായിരുന്നാലും ഈ രൂപത്തിലുള്ള ഒരു വിലായത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ അതെങ്ങനെ പഴച്ചതാവുക? ആ വിലായത്ത് എങ്ങനെ പഴച്ചതാവുക? അതൊരിക്കലും ഉണ്ടാവുകയില്ല. അങ്ങനെ ഒരു മഹാനും പറയുകയില്ല. എങ്ങനെയാണ് ഇവർക്കൊക്കെ ഇങ്ങനെ കളവ് പറയാൻ കഴിയുന്നത്? അത്ഭുതപ്പെട്ടു പോവുകയാണ്. എങ്ങനെയാണ് ഇവർക്കിങ്ങനെ കളവ് പറയാൻ പോകുന്നത്? 25 കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയ ഒരു മഹാൻ മറ്റൊരു വലിയ മഹാനെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞു. അതൊരു കുട്ടിനോട് പറഞ്ഞെന്നാണ് പറയുന്നത്. ഒന്നാമത് ഖബർ വാഹിദ്, പിന്നെ അതോടുകൂടെ തന്നെ ആ ഖബർ വാഹിദിനെ റിവായത്ത് ചെയ്യുന്ന ആളോ തഹമ്മുലിൻ്റെ അവസരത്തിൽ ആ അവസ്ഥ എന്താണ്? ഇതൊക്കെ അറിയുന്ന ആളുകൾ തന്നെയാണല്ലോ ഇങ്ങനൊക്കെ പറയുന്നത്. അല്ലാഹു ആലം, ഒരു ലക്ഷ്യം എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അക്കൂട്ടത്തിൽപ്പെട്ട മറ്റൊരാൾ, അയാളുടെ ക്ലിപ്പിംഗ് എനിക്കൊരു സഹോദരൻ വിട്ടു തന്നു. അതിൽ പറയുന്നു, എൻ്റെ നാട്, നിങ്ങൾക്കൊക്കെ എൻ്റെ നാട് കുറ്റിപ്പുറം എന്നറിയാം. അപ്പോൾ എൻ്റെ നാട് കുറ്റിപ്പുറം, ആ കുറ്റിപ്പുറത്തടുത്തുള്ളൊരു ഫഖീഹ്, ആ കുറ്റിപ്പുറത്തുള്ളൊരു ഫഖീഹ്, ആ ഫഖീഹ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ച് പറയാൻ പറ്റാത്ത ഒരു അപരാധമാണ് പറയുന്നത്. കുറ്റിപ്പുറത്തിനടുത്തുള്ളൊരു ഫഖീഹ്, സുബ്ഹാന ജല്ല ജലാലു, എൻ്റെ രാജ്യമായ കുറ്റിപ്പുറത്ത് അതിൻ്റെ പരിസരത്തുമൊക്കെ ധാരാളം ഫഖീഹ് ഉണ്ട്. ഈ ഫഖീഹ് ഏതായിരുന്നാൽ അൽ ഫഖീഹു അൽ മുജ്തഹിദു എന്ന് പറയുന്ന ഫഖീഹ് ഏതായാലും ആവൂല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് അൽ ഫഖീഹു അൽ മുജ്തഹിദു എന്ന് പറയുന്ന ഒരു ഫഖീഹ് ഏതായാലും ആവൂല. പിന്നെ ഈ ഫഖീഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫഖീഹ് അറിയണ ആലിം എന്നായിരിക്കണം. അയാൾ പറഞ്ഞത് അങ്ങനെ, കുറ്റിപ്പുറത്തെടുത്തുള്ള ഒരു ഫഖീഹ്, അയാൾ തന്നെയാണ് ഫഖീഹ് എന്ന് പറഞ്ഞത്. അയാൾ തന്നെ പറഞ്ഞത് അയാൾ തന്നെയാണ് വെടിവെക്കുന്നത്. അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അദ്ദേഹം തന്നെയാണ് അതിനെ വെടിവെക്കുന്നത്. അങ്ങനെ ഒരു ഫഖീഹ്, ആ ഫഖീഹിനെ സംബന്ധിച്ച് ഒരു അപരാധം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, കുറ്റിപ്പുറത്ത് തന്നെ കുറ്റിപ്പുറം അബ്ദുള്ള മുസ്ലിയാരുണ്ട്.
അതേപോലെ തന്നെ കുറ്റിപ്പുറം അബ്ദുള്ള കുട്ടി മുസ്ലിയാരുണ്ട്, കുറ്റിപ്പുറം മുഹമ്മദ് മുസ്ലിയാർ, മഹാനായ കരിങ്കപ്പാറ ഉസ്താദിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യരാണ് കുറ്റിപ്പുറം മുഹമ്മദ് മുസ്ലിയാർ. ആ മുഹമ്മദ് മുസ്ലിയാർ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഉപ്പ എല്ലാ കിതാബും തഹക്കീക്കായി ഓതിയ ആളാണ്. ആ മുഹമ്മദ് മുസ്ലിയാറും ആഷിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദും കരിങ്കപ്പാറ ഉസ്താദിൻ്റെ അടുത്ത് ശരീക്കന്മാരാണ്. അതുകൊണ്ട് തന്നെ ആ മുഹമ്മദ് മുസ്ലിയാരാണ് കുണ്ടൂർ ഉസ്താദിന് വാപ്പാനെ പറ്റി കുറ്റിപ്പുറം ഉസ്താദിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുത്തത്. അങ്ങനെ ഞാൻ കുണ്ടൂർ ഓതുമ്പോൾ കുണ്ടൂരിൽ മഹാനായ മാദിഹുർ റസൂലൻ്റെ ഷെയ്ഖുന, പ്രിയപ്പെട്ട ഷെയ്ഖുന തിരുരങ്ങാടി വാപ്പു ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ദറജേറ്റ് കൊടുക്കുമാറാകട്ടെ, മുത്തുനബിനെ പറ്റിയിട്ട് ഇങ്ങനെ മദഹ് ചെയ്ത ഒരു ഉസ്താദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത്രയധികം മദഹ് ചെയ്ത്, അതുകൊണ്ട് തന്നെ ഒരൊറ്റ ബൈത്ത് മതി മുത്തുനബിയെ സംബന്ധിച്ച്. ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾ പറഞ്ഞ ഒരൊറ്റ ബൈത്ത് മതി ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾക്ക് സ്വർഗത്ത് കടക്കാരെന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയാണ് പറഞ്ഞത്. ഫഇന്ന അബീ വവാലിദതി വഇർളി ലിഇർളി മുഹമ്മദിൻ മിൻകും ഫിദാഉ. ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾ മുത്ത് റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞ ആ ഒരൊറ്റ വരി, അത് മതി ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാനെന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുകയാണെങ്കിൽ, യാ സയ്യിദി മാലിൽ ഉബൈദി മുഹമ്മദി ഇല്ലാ ഹിമാക ഹുനാ വയൗമൽ മൗഇദി കുൻ ആഖിദൻ ബിയദി വബല്ലിഗ് മഖ്സദി ഫജ്അൽ ഖിറാക ശഫാഅതൻ ലി ഫീ ഗദി ഫഅസാ ഉറാ ഫിൽ ഹശ്രി തഹ്ത ലിവാക. അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു എഴുതിയ ഖസീദത്തുൻ നുഅ്മാനി എന്ന് പറയുന്ന ആ ബൈത്ത്, പ്രിയപ്പെട്ടവരെ, മഹാനായ റഈസുൽ ഉലമയോട് കൂടെ അബൂ ഹനീഫ തങ്ങളെ മഖാമിൽ ചെന്നപ്പോൾ ആ മഖാമിൽ നിന്ന് ഒരാൾ മഹാനായ റഈസുൽ ഉലമക്ക് ഈ ബൈത്ത് എടുത്തു കൊടുത്തു. അബൂ ഹനീഫ ഇമാം എഴുതിയ ഈ ബൈത്തുകൾ, പ്രിയപ്പെട്ടവരെ, ഖസീദത്തുൻ നുഅ്മാനിയക്ക് അറിയപ്പെട്ടിടത്തോളം ആരും തഖ്മീസ് എഴുതിയിട്ടില്ല, ആരും പഞ്ചവൽക്കരണം ചെയ്തിട്ടില്ല. ആ ഖസീദത്തുൻ നുഅ്മാനിയക്ക് തഖ്മീസ് എഴുതിയ മഹാനായ വാപ്പുസ്താദ് അതിൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് എത്രയാണ് പറഞ്ഞത്. ഇന്നി ഉഹിബ്ബുക യാ ഹബീബുൽ അക്റമു അർജുൽ ഖലാസ ബിഹി വ ഇന്നി അജ്റമു ഹൽ മൻ യുഹിബ്ബുക യാ മുശഫഉ യുഹ്റമു വബിഹഖി ജാഹിക ഇന്നനി ബിക മുഗ്റമു വല്ലാഹു യഅലമു അന്നനി അഹ്വാക. ആ അവസാനത്തെ വരികൾ അബൂ ഹനീഫ തങ്ങളെ വരികളാണ്. അതിൻ്റെ മുമ്പുള്ള 3 വരികളും ഇന്നി യുഹിബ്ബുക, നബിയെ തങ്ങളെ ഞാൻ വല്ലാതെ സ്നേഹിക്കുന്നു. ഹൽ മൻ യുഹിബ്ബുക യാ മുശഫഉ യുഹ്റമു, തങ്ങളെ സ്നേഹിക്കുന്ന ആരെങ്കിലും മഹ്റൂമാകുമോ നബിയെ, റഹ്മത്തിനെ തൊട്ട് അകറ്റപ്പെടുമോ നബിയെ എന്ന് പറയാൻ ഭാഗ്യം ലഭിച്ച പ്രിയപ്പെട്ട ശൈഖുന മഹാനായ അബ്ദുറഹ്മാൻ ശൈഖിൻ്റെ പേരക്കുട്ടിയാണ്. അബ്ദുറഹ്മാൻ ശൈഖിൻ്റെ മകൻ മുഹമ്മദ് മുസ്ലിയാർ, ആ മുഹമ്മദ് മുസ്ലിയാരുടെ മകൻ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ആ അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ മകനാണ് മുഹമ്മദ് എന്ന് പറയുന്ന തിരൂരങ്ങാടി ബാപ്പു ഉസ്താദ്. അള്ളാഹു അവിടുത്തെ ദറജേറ്റി കൊടുക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള മഹാന്മാരായ ആളുകൾ ആ തിരൂരങ്ങാടി ബാപ്പു ഉസ്താദിൻ്റെ ദറസിൽ, ബാപ്പ ദറസ് നിർത്തിയതിൻ്റെ ശേഷം, കുറ്റിപ്പുറം ഉസ്താദ് ദറസ് നിർത്തിയതിന് ശേഷം അവിടെ പോയിട്ട് ഞാൻ ഓതിയപ്പോൾ കുണ്ടൂർ ഉസ്താദ് എന്നോട് പറഞ്ഞതാണ്, നിങ്ങളെ വാപ്പ എല്ലാ കിതാബും തഹക്കീക്കായി ഓതിയ ആളാണെന്ന് എന്നോട് കുറ്റിപ്പുറം മഹമൂലിയർ പറഞ്ഞിരിക്കുന്നത്. കുറ്റിപ്പുറം മഹമൂലിയർ മഹാനായ കുണ്ടൂർ ഉസ്താദിൻ്റെ ശരീക്കാണ്. അങ്ങനെ കുറ്റിപ്പുറം മുഹമ്മദ് മുസ്ലിയാർ, അബ്ദുള്ള കുട്ടി മുസ്ലിയാർ, അബ്ദുള്ള മുസ്ലിയാർ, അതുപോലെ തന്നെ ആനക്കര കോയക്കുട്ടി മുസ്ലിയാർ, ആനക്കര മുഹമ്മദ് കുട്ടി മുസ്ലിയാർ, കക്കിടിപ്പുറം മുഹമ്മദ് മുസ്ലിയാർ, അബ്ദുറഹ്മാൻ മുസ്ലിയാർ, റിസാല അബ്ദുള്ള കുട്ടി മുസ്ലിയാർ, മാത്തൂർ മുഹമ്മദ് മുസ്ലിയാർ, സുബ്ഹാനല്ലാഹ്, പടിഞ്ഞാറങ്ങാടി മമ്മിക്കുട്ടി മുസ്ലിയാർ, നീലിയാട് ഹൈദർ മുസ്ലിയാർ, ഇങ്ങനെ ഒരുപാട് ഫഖീഹന്മാർ അവിടെ ഉണ്ട്. കുറ്റിപ്പുറത്തടുത്തുള്ളൊരു ഫഖീഹ് എന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാവുക? അങ്ങനെ ഒരുപാട് ആരെപ്പറ്റിയാണ് പടച്ചോനെ ഇയാൾ ഈ അപരാധം പറയുന്നത്? അങ്ങനെ വന്നപ്പോൾ മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്, ഒരാളെ വക്കൽ നിന്ന് വല്ല തകരാറും വന്നാൽ അയാൾക്കത് ഉപദേശിച്ചു കൊടുക്കണം. എങ്ങനെയാണ് ഉപദേശിച്ചു കൊടുക്കേണ്ടത്? അയാളോട്
നേർക്ക് നേരെ വിഷയം പറയുമ്പോൾ അയാൾക്കൊരു വശമാകും. പിന്നെ അയാളോട് പറയാതിരുന്നാൽ അയാളെ വഞ്ചിക്കലാകും. അയാളെ അഭാവത്തിൽ പറഞ്ഞാൽ അയാളെപ്പറ്റി ഗീബത്ത് പറയലാകും. പിന്നെ കലാമിൻ്റെ അഥനായിൽ സംസാരത്തിൻ്റെ ഇടയിലായി പറയണമെന്ന് മഹാന്മാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രസംഗിച്ച വ്യക്തിയെ ഞാൻ ടെലിഫോണിൽ വിളിച്ചിട്ട് ചോദിച്ചു, ആരാണ് ആ ഫഖീഹ്? എൻ്റെ നാട്ടിൽ ഒരുപാട് ഫഖീഹന്മാരുണ്ടല്ലോ, ആ കൂട്ടത്തിൽ ഞാൻ ഒരാളെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ അദ്ദേഹത്തിനെയാണോ ഉദ്ദേശിക്കുന്നത്? ആരെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അവർക്കാർക്കും ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ, നമ്മളൊക്കെ അവിടെ ഉണ്ടല്ലോ, അവരെ സംബന്ധിച്ചൊക്കെ നമുക്കറിയാമല്ലോ. ഈ പറഞ്ഞ ഞാൻ ഈ എണ്ണിയ ആൾക്കാരെ സംബന്ധിച്ചൊക്കെ നമുക്കറിയാം. അവരുമായി പല നിലക്കും കെട്ടുബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ഒക്കെ ഉണ്ട്. അവർക്കാർക്കും നിങ്ങൾ പറഞ്ഞൊരു അപരാധം ഉണ്ടായിട്ടില്ലല്ലോ. ഞാൻ കുറ്റിപ്പുറത്തുകാരനാണല്ലോ, ഞാൻ കുറ്റിപ്പുറത്തുകാരൻ. ആരാ നിങ്ങളോട് പറഞ്ഞത്? കുറ്റിപ്പുറത്തുകാർ ആരും ഇത് പറയില്ലല്ലോ, പരിസര പ്രദേശത്തുള്ള ആളൊന്നും ഇത് പറയില്ല. ആരാണ് നിങ്ങളോട് പറഞ്ഞത്? അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല, അങ്ങനെ യാതൊരു സംഭവം ഉണ്ടായിട്ടില്ല. എല്ലാവരും നല്ല രൂപത്തിലാണ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ച് ഒരു മുഅ്മിനായ മനുഷ്യന് വിചാരിക്കേണ്ടത്. കാരണം ഹുസ്നുൽ ഖാത്തിമത്തും സൂഉൽ ഖാത്തിമത്തിലെ അടയാളങ്ങൾ കിതാബിൽ കാണാൻ സാധിക്കും. ഇമാം ഖുർത്തുബി തദ്കിറയിലൊക്കെ അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സൂഉൽ ഖാത്തിമത്തിന് വല്ല അടയാളങ്ങൾ കണ്ടാൽ തന്നെ ഒരാളുടെ മേലും സൂഉൽ ഖാത്തിമത്ത് കൊണ്ട് ഹുക്മ് ചെയ്യാൻ പറ്റൂല. അതെങ്ങനെയാ പറ്റുക? കാരണം അത് അവനും അള്ളാഹുവും തമ്മിലുള്ളൊരു വിഷയമല്ലേ. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുത്തൊരു സഹാബി വന്നിട്ട്, സഹീഹായ ഹദീസല്ലേ മുഅ്മിനീങ്ങളെ, ഒരു സഹാബി വന്നിട്ട് യുദ്ധവേളയിൽ ശത്രുപക്ഷത്തു നിന്ന് ഒരാൾ ഞാൻ വാളങ്ങോട്ട് ഓങ്ങിയപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് പ്രതിരോധത്തിന് വേണ്ടി പറഞ്ഞതാ, രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ് നബിയെ, ഞാൻ അവനെ വെട്ടിക്കൊലപ്പെടുത്തി എന്ന് അഭിമാനത്തോടുകൂടെ അദ്ദേഹം പറഞ്ഞപ്പോൾ, സഹാബി പറഞ്ഞപ്പോൾ മുത്ത് റസൂലുള്ളാഹി പറഞ്ഞു, ഞാനും നീയും തമ്മിൽ ബന്ധമൊന്നുമില്ല, ഞാനതിന് ഉത്തരവാദിയല്ല. ഹല്ലാ ശഖഖ്ത ഖൽബഹു എന്നല്ലേ മുത്തുനബി ചോദിച്ചത്. ഹല്ലാ ശഖഖ്ത ഖൽബഹു, കൽബ് കീറി നോക്കിയോ? നീ കൽബ് കീറി നോക്കിയോ? ഒരാൾക്ക് എങ്ങനെയാണ് ഈമാൻ ഇല്ലെന്ന് എങ്ങനെയാ പറയാ? ഒരാൾ നല്ല രൂപത്തിലല്ല മരണപ്പെട്ടതെന്ന് എങ്ങനെയാ പറയാ? അതൊരു മുഅ്മിനായ മനുഷ്യനിക്ക് പറയാൻ സാധിക്കും. അതൊരു മുഅ്മിനായ മനുഷ്യനിക്ക് പറയാൻ സാധിക്കും. ഒരാൾക്ക് മരിക്കുന്ന അവസരത്തിൽ അയാൾക്ക് നല്ല പോലെ മരിക്കാൻ കഴിഞ്ഞില്ല, അലാമത്തുണ്ട് എന്ന് തന്നെ വിചാരിക്കാം. ഇമാം ഖുർത്തുബി പറഞ്ഞ ഫുഖഹാക്കളോ മശായിഖന്മാരോ ഏതെങ്കിലും ആളുകൾ പറഞ്ഞ ഒരു അലാമത്തും കുറ്റിപ്പുറത്തുള്ള പണ്ഡിതന്മാർക്ക്, പരിസരത്തുള്ള പണ്ഡിതന്മാർക്ക് ഉണ്ടായിട്ടില്ല. അത് അവിടെയുള്ള ആൾക്കാരല്ലേ ഞങ്ങളൊക്കെ. എന്തിനാണ് ഈ രൂപത്തിൽ ഉലമാഇനെ എതിർക്കുന്നത്? അക്രിമുൽ ഉലമാ എന്നല്ലേ മുത്ത് റസൂലുള്ളാഹി പറഞ്ഞത്. നിങ്ങൾ ഉലമാക്കളെ ബഹുമാനിക്കണം. ഫഇന്നഹും വറസത്തുൽ അംബിയാ, അവർ അമ്പിയാക്കന്മാരെ അനന്തരാവകാശികളാണ്. ഫമൻ അക്രമഹും ഫഖദ് അക്രമല്ലാഹു വറസൂല, അവരെ ബഹുമാനിച്ചാൽ അള്ളാഹിനെയും റസൂലിനെയും ബഹുമാനിച്ചത് മുത്തുനബി പറഞ്ഞതല്ലേ. എന്താണ് ഇതൊക്കെ? ഞാൻ ചോദിച്ചു, നിങ്ങൾക്കാരാ അത് പറഞ്ഞു തന്നത്? അങ്ങനെ തന്നെ ചോദിച്ചു, നിങ്ങൾക്കാരാ ഇത് പറഞ്ഞു തന്നത്? അപ്പോൾ എനിക്കൊരു വിശ്വസ്തനായ ആൾ പറഞ്ഞു തന്നതാണ്. ആരാണ് ആ വിശ്വസ്തൻ? അത് അയാൾ ആരോടത് പേര് പറയരുതെന്ന് പറഞ്ഞിക്കണം. ഇതിപ്പോൾ എനിക്കും പറഞ്ഞൂടെ? എനിക്കൊരു വിശ്വസ്തനായ ആൾ ഒരാളെ പറ്റി ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്, എന്നിട്ട് ഞാനതിങ്ങനെ പരസ്യമായിട്ട് പ്രസംഗിക്കുമ്പോൾ ആരെങ്കിലും വിളിച്ച് ചോദിച്ചാൽ പറയാം അതൊരാൾ പറഞ്ഞിട്ടുണ്ട്, അയാളെ പേര് പറയാൻ പാടില്ല. ഇതിപ്പോൾ ഇങ്ങനെ മനുഷ്യന്മാർക്ക് ഇങ്ങനെ പറഞ്ഞൂടെ? എല്ലാവർക്കും പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാന്മാരെ സ്നേഹിക്കേണ്ടത്? ആരെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടാണോ മഹാന്മാരെ സ്നേഹിക്കേണ്ടത്? നിങ്ങളറിയണം, ഇവിടെ നമ്മുടെ കേരളത്തിൽ ധാരാളം മഹാന്മാരുണ്ടായിട്ടുണ്ട്. ധാരാളം മഹത്തുക്കളുള്ള രാജ്യമാണ് കേരളം. ആ മഹത്തുക്കൾ ഒറ്റ മഹാനും, വലിയ വലിയ മഹാനുണ്ട്, ഒരൊറ്റ മഹാനും ഒരു ഫഖീഹിനെയോ ഒരു ആലിമിനെയോ ആക്ഷേപിച്ചിട്ടില്ല. ഒരു ഫഖീഹിനെയും ആക്ഷേപിച്ചിട്ടില്ല, ഒരു ആലിമിനെയും ആക്ഷേപിച്ചിട്ടില്ല. ധാരാളം മുഅ്മിനീങ്ങൾ സ്നേഹിക്കുന്ന വലിയൊരു മഹാനെ സംബന്ധിച്ച് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, ആ മഹാന് പറഞ്ഞത്, കണ്ണിയത്ത് ഉസ്താദ് അങ്ങനെ പറഞ്ഞില്ല നിങ്ങളോട്, കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞാണ് ശരി. അവർ പറഞ്ഞതാണ് ശരി. മഹാന്മാരായ ആൾക്കാർ ഇവിടെ ഫുഖഹാക്കൾ ഉലമാക്കൾ പറയുന്നതൊക്കെ അവരറിയുന്നുണ്ട്. അവരോട് പലരും പറഞ്ഞത് നമുക്കറിയാം. ആ സമയത്ത് മഹത്തുക്കളായ മഹാന്മാരായ ധാരാളം മുഅ്മിനീങ്ങൾ സ്നേഹിക്കുന്നവരായ അത്യുന്നതന്മാരായ ആളുകളൊക്കെ പറഞ്ഞത് എന്താണെന്നറിയോ? അവർ അത് പറയട്ടെ, അവർ അത് പറയാൻ അർഹരാണെന്നാണ് പറഞ്ഞത്. ഇങ്ങനെയാണ് പറയുക.
ഇങ്ങനെയാണ് ഏതെങ്കിലും ഒരുത്തൻ അല്ലാഹു ആലം പറഞ്ഞിക്കണോ ഇല്ലേ എന്നറിയില്ല. അല്ലാഹു ആലം ഞങ്ങളുടെ നാട്ടിലെ പരിസരത്തുള്ള ഉലമാക്കളെ സംബന്ധിച്ച് അത് ബന്ധപ്പെട്ട കുടുംബങ്ങളും ആളുകളുമൊക്കെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. മരണത്തെ സംബന്ധിച്ചായി പറയുന്നത്, മരണത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. ഒരാൾ ഇസ്ബാത്ത് ചെയ്യുന്നു, മറ്റാൾ നഫി ചെയ്യുന്നു. ആരാണ് ദലീൽ കൊണ്ടുവരേണ്ടത്? ആരാണ് ദലീൽ കൊണ്ടുവരേണ്ടത്? അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ബഹുഭൂരിപക്ഷം ആളുകളും നാട്ടുകാരും ബന്ധപ്പെട്ടവരും ഒക്കെ പറയുന്നു. എന്നിട്ടും വീണ്ടും അതിങ്ങനെ വിളിച്ചറിയുന്നു. വീണ്ടും വീണ്ടും അതൊക്കെ പറഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിളിച്ചു പറയുമ്പോൾ നമുക്ക് അവരെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലതുബ്ലവുന്ന ഫീ അംവാലിക്കും വ അൻഫുസിക്കും, നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളിലും അതേപോലെ സമ്പത്തുകളിലും നിങ്ങൾ പരീക്ഷിക്കപ്പെടും. വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബലിക്കും വമിനല്ലദീന അശ്റകൂ അദൻ കസീറാ. അങ്ങനല്ലേ അല്ലാഹു പറഞ്ഞത്? വലതസ്മഉന്ന, തീർച്ചയായിട്ടും നിങ്ങൾ കേൾക്കും. മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബലിക്കും, നിങ്ങളെ മുൻഗാമികളായ ആളുകൾ, കിതാബ് നൽകപ്പെട്ട മുൻഗാമികളായ ആളുകൾ, വമിനല്ലദീന അശ്റകൂ, അവരിൽ നിന്നും നിങ്ങൾ കേൾക്കും അദൻ കസീറാ, ഒരുപാട് വിഷമിക്കുന്ന വാർത്തകൾ കേൾക്കും. ഈ അഹ്ലി കിതാബുകളെക്കാളും അതേപോലെ തന്നെ മുശ്രിക്കീങ്ങളെക്കാളും വലിയ കടുപ്പമുള്ളവരല്ലേ മുനാഫിഖീങ്ങൾ? ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്കിതിലൊന്നും അത്ഭുതമില്ല. അവർക്കൊക്കെ അള്ളാഹു ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. ആലിമീങ്ങളെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും ഒക്കെയുള്ള സൗഭാഗ്യം അവർക്ക് കൊടുക്കുമാറാകട്ടെ. ഒരു മുഅ്മിനും ചീഞ്ഞു പോകണമെന്ന് മറ്റൊരു മുഅ്മിൻ ആഗ്രഹിച്ചുകൂടാ. അങ്ങനെയാണ് ഗസാലി ഇമാം വിദായത്തുൽ ഹിദായിൽ പറഞ്ഞത്. നിന്നെപ്പറ്റി ആക്ഷേപിച്ച ആളുകൾക്ക് വേണ്ടി നീ നല്ലപോലെ ദുആരക്കണം. മഹാനായ ഇബ്നു ഹജർ ഹൈതമിയാകുന്ന വലിയ ഫഖീഹ്, അതിനേക്കാളും വലിയ ഫഖീഹ് ഒന്നും ഇപ്പല്ലല്ലോ, അതിനേക്കാളും വലിയ ഫഖീഹ് ഒന്നും ഇപ്പല്ലല്ലോ. എന്നിട്ടൊരാളെ പോരടുത്ത് എന്ത് ഫഖീഹാണോ തേങ്ങാക്കൊല? ഫഖീഹിനെ പറ്റി തേങ്ങാക്കൊല എന്നറിയും. ഫഖീഹിനെ പറ്റി ഏതെങ്കിലും മനുഷ്യന്മാർ തേങ്ങാക്കൊല എന്നറിയും? എന്തപ്പോൾ ഈ പറഞ്ഞതൊക്കെ എന്തപ്പോൾ നമ്മൾ കാട്ടുക? നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ വിഷയങ്ങളൊക്കെ നിങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് പറഞ്ഞു തരാം, നിങ്ങളെപ്പോലത്തെ ആളുകൾക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കേൾക്കുമെന്ന് അല്ല ആലു ഇമ്രാനിൽ 186-ാമത്തെ ആയത്തിൽ അല്ല പറയുകയാണ്, നിങ്ങളിതൊക്കെ കേൾക്കും. അദൻ കസീറാ വഇൻ തസ്ബിറു വതത്തഖു, അങ്ങനെയല്ലേ അള്ളാഹു പറഞ്ഞത്? നിങ്ങൾ ക്ഷമിക്കുക, തഖ്വയുള്ളവരാവുക. ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, അതാണ് വേണ്ടത്, അതാണ് ദൃഢമായ വിഷയങ്ങളിൽ പെട്ടതെന്നല്ലേ അള്ളാഹു പറഞ്ഞത്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൽ അമീനാണ്. അമീനല്ല, അൽ അമീനാണ്, തുല്യതയില്ലാത്ത അമീനാണ് മുത്തുനബി. ആ മുത്തുനബിയെ സംബന്ധിച്ചല്ലേ 40 കൊല്ലം അവരെ കൂട്ടത്തിൽ അവർക്ക് പരിചയമുള്ള ആളല്ലേ. എന്നിട്ടല്ലേ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയപ്പോൾ ഇന്നക ഷാഇറും മജ്നൂൻ എന്ന് പറഞ്ഞത്? മോത്ത് നോക്കിയിട്ടല്ലേ പറഞ്ഞത്? ഇന്നക ഷാഇറും മജ്നൂൻ എന്ന് മുത്തുനബിയെ ആക്ഷേപിച്ച് പറഞ്ഞില്ലേ? ശരീഅത്ത് പറഞ്ഞതിൻ്റെ പേരിൽ, ഫിഖ്ഹ് പറഞ്ഞതിൻ്റെ പേരിലല്ലേ 3 ഖലീഫമാർ കൊല്ലപ്പെട്ടത്? സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ, സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. എങ്ങനെയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടത്? താടി പിടിച്ചിട്ട് അറുത്തിട്ടല്ലേ ഉസ്മാൻ എന്നവരെ കൊന്നത്? ഞാൻ പറയുന്നത്, ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളാരും ബേജാറാകരുത്, നിങ്ങൾക്കാർക്കും വിഷമുണ്ടായിക്കൂടാ. നിങ്ങൾ സ്നേഹിക്കുന്നവരെ പറ്റി പറയുമ്പോൾ എത്രയോ ഉമ്മമാരുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ട്. കുറ്റിപ്പുറത്തും പരിസരത്തുമുള്ള ധാരാളം ആളുകൾ അവർ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, അവരുടെ എല്ലാമെല്ലാമായ അവരുടെ ഉസ്താദുമാരെ സംബന്ധിച്ചൊക്കെ ആ രാജ്യത്തിൻ്റെ പേരെടുത്ത് പറയാം. ആ രാജ്യത്തിൻ്റെ പേരെടുത്ത് പറയുമ്പോൾ എത്രയെത്ര മുഅ്മിനീങ്ങൾ വേദനിക്കുന്നുണ്ട്. ഇതിന് വല്ല എവിഡൻസ് ഉണ്ടോ? ഇതിന് വല്ല തെളിവുണ്ടോ? ഇങ്ങനെ മുഅ്മിനീങ്ങളായ ആളുകളെ വേദനിപ്പിക്കുമ്പോൾ നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഇതിനൊക്കെ നമുക്ക് അള്ളാഹിൻ്റെ അടുത്തുനിന്ന് കൂലി കിട്ടും. ഏറ്റവും കൂലി കിട്ടുന്ന ആള് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ എ.പി. ഉസ്താദാണ്. ആ ഉസ്താദിനെ പോലെ ആർക്കാ ഇവിടെ കൂലി കിട്ടിയിട്ടുള്ളത്? സുബ്ഹാന ജല്ല ജലാലു. 1964 ബാഖിയാത്തു സാലിഹാത്തിൽ നിന്ന് ഉസ്താദ് വന്ന് പ്രിയപ്പെട്ടവരെ മങ്ങാട് ദർസ്, പൂനൂരെടുത്ത മങ്ങാട് ദർസ് തുടങ്ങി. ആ ദർസിൽ ഉസ്താദിൻ്റെ ആദ്യ ശിഷ്യന്മാരിൽപ്പെട്ട ആളാണ് കാന്തപുരം എ.പി. മുഹമ്മദ് മുസ്ലിയാർ. അള്ളാഹു മഗ്ഫിറത്ത് റഹ്മത്ത് നൽകട്ടെ. മൊയിലേർ എന്നേ ചെറിയ ഉസ്താദ് പറയുള്ളൂ, മൊയിലേർ എന്നേ പറയുള്ളൂ. ചെറിയ എ.പി. ഉസ്താദ്, ആ ഉസ്താദിൻ്റെ അവസാനത്തെ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
മഹാനായ സുൽത്താനുൽ ഉലമ സുഖമില്ലാതെ കിടക്കുമ്പോഴുണ്ടായൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ മൊയിലേരുന്നേ മഹാനവറുകൾ അഭിസംബോധന ചെയ്യുന്നുള്ളൂ. ആദ്യം ദർസ് തുടങ്ങിയിട്ട് ആ ദർസ് റമദാനിക്കും ദർസ് തന്നെ. ഞങ്ങൾക്ക് വെള്ളിയാഴ്ച മഹാനായ സുൽത്താനുൽ ഉലമ ജസരി ചൊല്ലിത്തരും, റമദാനിക്ക് സ്വദറ ചൊല്ലിത്തരും. ഏതാണ് ഈ കിതാബൊക്കെ? ഈ സ്വദറ എന്ന് പറയുന്ന ഹിദായത്തുൽ ഹിക്മന്റെ ഷറഹായ സ്വദറൊക്കെ ഏതാണ് കിതാബ്? അത് വാഖിയാത്തുനിന്ന് വന്ന കൊല്ലം തന്നെ ദർസ് നടത്തുന്നു മഹാനായ സുൽത്താനുൽ ഉലമ. മഹാനായ സുൽത്താനുൽ ഉലമയെ പറ്റി കുറ്റിപ്പുറം ഉസ്താദ് വല്ലാതെ പറയാറുണ്ട്. ഷംസുൽ ഉലമയെ പറ്റി വല്ലാതെ പറയാറുണ്ട്. ഷംസുൽ ഉലമക്ക് ദുനിയാവ് മുഴുവനും കൊടുത്താലും അവിടുത്തെ ദീനിന്, അവിടുത്തെ ഇൽമിന് തുല്യമല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ഇൽമ് അത്രക്കും അപാരമാണ്. ഷംസുൽ ഉലമ വൈലൂർ വാഖിയാത്തു സ്വാലിഹാത്തിൽ 1940 ഒന്നാമത്തെ റാങ്കോടുകൂടെ പാസ്സായി 946 വരെ അവിടെ മുദരിസാണ്. ആ കാലയളവിലാണ് ഷംസുൽ ഉലമക്ക് വസൂരി ഉണ്ടായത്. ആ വസൂരിന്റെ കലയാണ് ഷംസുൽ ഉലമയുടെ മുഖത്തുള്ളത്. ബാഖിയാത്തിൽ നിന്നുണ്ടായതാണ്. ആ ബാഖിയാത്തു സ്വാലിഹാത്തിൽ ദർസ് നടത്തിയ മഹാൻ, അവിടെ മഹാന്മാരായ അബ്ദുറഹീം ഹസ്രത്തിനെ പോലെ, അബ്ദുൽ ജബ്ബാർ ഹസ്രത്തിനെ പോലെ വലിയ വലിയ മുഹഖിഖീങ്ങളായ ആളുകളുടെ കാലഘട്ടത്തിൽ, ശൈഖുന ആദം ഹസ്രത്തിന്റെ കാലത്തൊക്കെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവിടെ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ശംസുൽ ഉലമായി മഹാനൗറുകൾ ഖാദി മുബാറക് എന്ന് പറയുന്ന വലിയ കിതാബിന്റെ പരീക്ഷയിൽ 100 മാർക്ക് വാങ്ങിച്ച അപൂർവം വ്യക്തികളിൽപ്പെട്ട ആളാണെന്ന് പ്രിയപ്പെട്ട ബാപ്പ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവരെ പറ്റിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത്രക്കും വലിയ ആളാണ് മഹാനായ താജുൽ ഉലമ. 950 ബാഖിയാത്തിൽ ചെന്ന് 952 ഒന്നാമത്തെ റാങ്കോടുകൂടെ പാസ്സായി. താജുൽ ഉലമ ബാഖിയാത്ത് നിങ്ങോട്ട് പോരുമ്പോഴാണ് കുറ്റിപ്പുറം ഉസ്താദ് അങ്ങോട്ട് ചെല്ലുന്നത്. അങ്ങനെ ചെന്നപ്പോ ബാഖിയാത്ത് മുഴുവൻ താജുൽ ഉലമയെ പ്രശംസിക്കുകയാണ്. കരുവന്തിരുത്തിക്കാരൻ കുഞ്ഞിക്കോയത്തങ്ങൾ നടന്ന് പറയാം, അവരെ പ്രശംസിക്കുകയാണ്. അത്രക്കും അവിടെ കിതാബ് ചൊല്ലിക്കൊടുത്ത് 7 കിതാബുകൾ ദർസിയായിട്ട് താജുൽ ഉലമ ഓതുമ്പോൾ 10 കിതാബുകൾ ഖാരിജിയായിട്ട് ദർസ് എടുത്തുന്നതാണ്. അവരെ പറ്റിയൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളറിയുമോ, ഈ താജുൽ ഉലമയും അവിടുത്തെ ഉസ്താദ് കുറ്റിപ്പുറം ഉസ്താദിന്റെ ബാഖിയാത്തിലെ പ്രധാനപ്പെട്ട ഉസ്താദ് ഷെയ്ഖ് ഹസൻ ഹസ്രത്ത്, അള്ളാഹു ദറജേറ്റി കൊടുക്കുമാറാകട്ടെ, തുല്യതയില്ലാത്ത പണ്ഡിതനാണ്. ആ ഷെയ്ഖ് ഹസൻ ഹസ്രത്തും വെളിമുക്കിലെ കാസർഗോഡ് തളങ്കരയിൽ 35 കൊല്ലം ഖാദിയായ പുലി മുസ്ലിയാരെന്ന പേരിൽ അറിയപ്പെടുന്ന അവറാം മുസ്ലിയാർ 35 കൊല്ലമാണ് ഖാദിയായത്. ആ അവറാം മുസ്ലിയാരുമൊക്കെ ബഹുമാനപ്പെട്ട പിതാവ് പുതിയാപ്പള പോകുമ്പോൾ കൂടെ പോയ ആൾക്കാരവരൊക്കെ. പുതിയാപ്പള പോകുമ്പോൾ താജുൽ ഉലമ കൂടെ ഉണ്ട്, ഷെയ്ഖ് ഹസനത്ത് കൂടെ ഉണ്ട്, അവറാം മുസ്ലിയാർ കൂടെ ഉണ്ട്. ആരാണ് ഇവരൊക്കെ? പുതിയാപ്പള പോകുമ്പോൾ വയസ്സായിട്ടൊന്നുമല്ലല്ലോ പോവുക. അപ്പം ആ ചെറുപ്പത്തിൽ തന്നെ, ആ പ്രായത്തിൽ തന്നെ ഈ മഹാന്മാരുമായിട്ടൊക്കെ വലിയ ബന്ധം. ഈ മഹാന്മാരുമായി വലിയ 4 കിലോമീറ്റർ രാത്രി നടന്നിട്ടാണ് പോണത്. 4 കിലോമീറ്റർ കുറ്റിപ്പുറത്ത് അങ്ങനെ ഒരു സംഭവം വേറെ ഉണ്ടായിട്ടില്ല. 4 കിലോമീറ്റർ 950കളിലൊക്കെ നടന്നിട്ടല്ലേ പോവുക. അതിന് പോയത് ഈ മഹാന്മാരായ ആൾക്കാരാണ്. അങ്ങനെ ബന്ധമുണ്ടായിരുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മളിത് കേൾക്കുമ്പോൾ നമുക്ക് ഈ മഹാന്മാരെയൊക്കെ ഓർമ്മ വേണം. ആ മഹാന്മാരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. മഹാനായ സുൽത്താനുൽ ഉലമയെ സംബന്ധിച്ച് പ്രിയപ്പെട്ടവരെ ആക്ഷേപിക്കുന്ന ആൾ, അവരെ പറ്റി നമ്മൾ എന്ത് പറയാനാ? എന്താ നമ്മൾ അവരെ പറ്റി പറയാം? സൂര്യൻ ഉദിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഓന് നമ്മൾ എന്താ പറയാ? സൂര്യൻ അങ്ങനെ ഉദിച്ചിട്ടാ, സൂര്യൻ ഉദിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് എന്താണ് അവരെ പറ്റി പറയാം? ഇത്രമാത്രം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഓടി നടന്ന്, പാപ്പ അങ്ങനെയാണ് പറയുന്നത്, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഓടി നടക്കുന്ന ആള് എന്നാണ് പറയാറുള്ളത്. മഹാന്മാരെ പറ്റിയൊക്കെ പറയും, അവിടെ പിന്നെ മറ്റു വിഷയങ്ങളൊന്നും നോക്കാറില്ല. അങ്ങനെയല്ലേ വേണ്ടത്? മഹാന്മാരായ ആളുകളൊക്കെ സ്നേഹിക്കല്ലേ വേണ്ടത്? സംഘടനാപരമായൊക്കെ അഭിപ്രായ വ്യത്യാസം അതൊക്കെ ഒരു വേറെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറഞ്ഞു വരുന്നത് ഖാനായ സുൽത്താനുൽ ഉലമയെ എങ്ങനെയാണ് അധിക്ഷേപിക്കാൻ കഴിയുന്നത്? 900 പള്ളികളാണ് ഉണ്ടാക്കിയത്. 2 ദിവസം മുമ്പ് കഴിഞ്ഞ ഞായറാഴ്ച ദാറുൽ മആരിഫിന്റെ സമ്മേളനത്തിന് ഉസ്താദ് വന്നപ്പോൾ പടച്ച തമ്പുരാന് ഉസ്താദിൻ്റെ ദുആ എന്താണ്? ഉസ്താദിന് എന്തിനാണ് കൊണ്ട് വരുന്നത്? ഉസ്താദിന് വന്നില്ലെങ്കിൽ എന്താ? ആ പ്രായത്തിൽ ആ വിഷമം സഹിച്ച് എന്നെ കൊണ്ടാകുന്നത് എന്തെങ്കിലും ദീനിന് വേണ്ടി സഹായമാകട്ടെ എന്ന് വിചാരിച്ച് ഉസ്താദ് ദ്വാരക്കുന്നതൊക്കെ ആഖിറത്തിനെ പറ്റിയിട്ട് ഉസ്താദ് എന്തോ തീരുമാനിച്ചതുപോലെയുണ്ട്. എല്ലാം ആഖിറത്തിനെ സംബന്ധിച്ച്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ദർസ് നടത്തുകയും പള്ളികൾ ഉണ്ടാക്കുകയും, നമുക്കറിയാലോ, മഹാനായ ഉസ്താദ് രോഗം പിടിക്കുന്ന അവസരത്തിൽ ആ സ്റ്റാർട്ടിങ് സമയത്ത് ഞാൻ മർക്കസിലുണ്ട്.
ഈ നാട്ടിലെ ഈ മഹല്ലത്തിലെ നമ്മുടെ മഹല്ലത്തിലെ ഒരു വിവാഹത്തിൻ്റെ വിഷയം പറയാൻ വേണ്ടി, നമ്മുടെ ഖാദിയാണല്ലോ, ഒരു വിവാഹത്തിൻ്റെ ഫസ്ഖ് സംബന്ധമായ വിഷയം പറയാൻ വേണ്ടി റബീഉൽ അവ്വൽ 12-ന് നമ്മളെ മൗലിദൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോയതാണ്. ഞാൻ ഒറ്റയ്ക്ക് പോയതാണ്. അങ്ങനെ 12-ന് കഴിഞ്ഞിട്ട് ഉസ്താദിനെ കാണാൻ വേണ്ടി പോയപ്പോഴാണ് ഉസ്താദ് നോളജ് സിറ്റിയിൽ നിന്നിട്ട് മൗലിദ് കഴിഞ്ഞ് വന്നിട്ടുണ്ടായ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. അത് മുഴുവനും അവിടെ നിന്ന് ഹബീബ് ഉമർ വന്ന് ആ ദുആയിലൊക്കെ പങ്കെടുത്തിട്ട് അവിടെ മഹാനായ ചുള്ളിക്കോട് സഖാഫിയും അതേപോലെ സീഫൈസിയും ഒക്കെ ആ രംഗം നിയന്ത്രിച്ചത് അപാരമായ നിയന്ത്രണ കഴിവായിരുന്നു അവർക്ക്. കാരണം ഉസ്താദിന് അങ്ങനെ ഒരു രോഗം അതിൻ്റെ മുമ്പ് ഉണ്ടായിട്ടില്ല. അത്രയും ഉസ്താദ് മർക്കസിൽ മുഴുവനും നിറഞ്ഞു നിന്ന് ഉസ്താദില്ലാത്തൊരു പരിപാടി അവിടെ ഇല്ല. ആ പരിപാടികൾ മുഴുവനും നിയന്ത്രിച്ച് വന്ന ആളുകൾക്കൊക്കെ സമാധാനമാകുന്ന രൂപത്തിൽ അവർ നിയന്ത്രിച്ചത് ഞാൻ അതിന് സാക്ഷിയാണ്, ഇത്തിഫാഖിയാണ്, ഞാൻ അവിടെ എത്തിപ്പെട്ടതാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ താജുൽ ഉലമയോട് ഒരിക്കൽ ഉമ്മാൻ്റെ അസുഖം പറഞ്ഞപ്പോൾ, നിസ്കരിക്കാനൊക്കെ പ്രയാസമുണ്ടെന്ന് പറഞ്ഞപ്പോൾ താജുൽ ഉലമ എന്നോട് പറഞ്ഞു, ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. അങ്ങനല്ലേ പറഞ്ഞിരിക്കുന്നത്? ആഫിയത്തുള്ള കാലത്ത് ചെയ്താൽ, ആഫിയത്ത് നഷ്ടപ്പെട്ടാൽ, ചെയ്യാതിരുന്നാൽ ആ കാലത്ത് പ്രതിഫലം കിട്ടുന്നല്ലേ പറഞ്ഞിരിക്കുന്നത് എന്ന് സമാധാനിപ്പിച്ചു. അതുപോലെ ഉസ്താദ് ഓടി നടന്ന കാലം, ആ കാലത്തുള്ള പ്രതിഫലമൊക്കെ ഉസ്താദിന് കിട്ടുകയാണ്. അതോടുകൂടെ തന്നെ പ്രായമാകുമ്പോൾ അസുഖം കൊടുക്കുന്നത് മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്നതല്ലേ, മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്നതല്ലേ. എത്ര ആളുകൾക്കാണ് രോഗമുണ്ടായത്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഫിഖ്ഹ് പറഞ്ഞതിൻ്റെ പേരിൽ ജയിലിലടക്കപ്പെട്ടില്ലേ? അവരെ ഫിഖ്ഹ് പറഞ്ഞതിൻ്റെ പേരിലല്ലേ ജയിലിലടക്കപ്പെട്ടത്? അഹ്മദ് ഇബ്നു നസ്ർ അൽ-ഖുസായിയുടെ തലവെട്ടിയില്ലേ ഫിഖ്ഹ് പറഞ്ഞതിൻ്റെ പേരിൽ? ഇങ്ങനെ അശദ്ദുന്നാസി ബലാഅൻ അൽ-അംബിയാഉ ഫൽ-അംസലു ഫൽ-അംസൽ, അംബിയാക്കന്മാരാണ് ഏറ്റവും കൂടുതൽ ബലാ ഉള്ളവരെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതോടുകൂടെ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഫുഖഹാഇനെയും ഉലമാഇനെയും ഇവിടെ എതിർത്തവർ വഹാബികളാണ്. ഫുഖഹാഇനെ കുറ്റം പറഞ്ഞവർ, ഫുഖഹാഇനെ വിമർശിച്ചവർ നമ്മുടെ കേരളത്തിൽ വഹാബികളാണ്. അതിന് ഏറ്റവും വലിയ തെളിവാണ് മഹാനായ ശൈഖുന ഇ.കെ. ഹസ്സൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു. അവിടുത്തെ 57-ാമത്തെ വയസ്സിൽ വലിയ രോഗം പിടിച്ച് മഹാനൗറുകൾ വഫാത്തിൻ്റെ ഘട്ടത്തിൽ ആ ശൈഖുനാക്ക് കത്തെഴുതിയത് സാക്ഷാൽ ഉമർ മൗലവിയാണ്. നിങ്ങൾക്ക് നല്ല മരണം കിട്ടണോ, നിങ്ങൾക്ക് നല്ല മരണം കിട്ടണോ, നിങ്ങൾക്ക് നല്ല മരണം കിട്ടണോ എന്ന് പറഞ്ഞിട്ട് മഹാനായ ഹസ്സൻ മുസ്ലിയാർക്കെതിരെ തിരിഞ്ഞത് ആരായിരുന്നു? ഹസ്സൻ മുസ്ലിയാർ. ഹസ്സൻ മുസ്ലിയാരെ മാറ്റിയിട്ട് സുന്നത്ത് ജമാഅത്തുണ്ടോ? ഇവിടെ സുന്നത്ത് ജമാഅത്തുണ്ടോ? ഹസ്സൻ മുസ്ലിയാരെ മാറ്റിയിട്ട് മഹാനായ ഹസ്സൻ മുസ്ലിയാരുടെ ശരീരം മുഴുവനും, ആരോഗ്യം മുഴുവനും എല്ലാം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി മാറ്റിവെച്ചതല്ലേ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, അസ്ലിം തസ്ലിം എന്ന് പറഞ്ഞിട്ട് മുസ്ലിമീങ്ങളൊക്കെ വേദനിച്ചില്ലേ? ആ ഹസ്സൻ മുസ്ലിയാർ വഫാത്തായപ്പോൾ പത്രത്തിൽ വന്ന ഫോട്ടോ വരെ എങ്ങനെയായിരുന്നു? അങ്ങനെ വഹാബികളായ ആൾക്കാരാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഫുഖഹാഇനെ എതിർത്തിട്ടുള്ളത് വഹാബികളായ ആളുകളാണ്. പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർക്ക് നല്ല മരണം കിട്ടിയില്ല എന്ന് പറഞ്ഞില്ലേ വഹാബികൾ? മഹാനായ റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദിന് നല്ല മരണം കിട്ടിയില്ല എന്ന് പറഞ്ഞില്ലേ വഹാബികൾ? മഹാനായ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരെ സംബന്ധിച്ച് വഹാബികൾ പറഞ്ഞില്ലേ? സുബ്ഹാന ജല്ല ജലാലു, മഹാനായ പാങ്ങുകാരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ വഹാബികളുടെ പേടി സ്വപ്നമായിരുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, അവരെ സംബന്ധിച്ചും വഹാബികൾ പറഞ്ഞില്ലേ? കണ്ണി പറ്റില്ല, പതി പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പതിയെ ആക്ഷേപിച്ചിരുന്നു അവർ. കണ്ണിയത്ത് റഹ്മത്തുള്ളാഹി അലൈഹി ആക്ഷേപിച്ചിരുന്നു വഹാബിമാർ. പറപ്പൂരിൻ്റെ പുറപ്പാട് പാങ്ങുപെട്ട പാട് എന്നൊക്കെ പറഞ്ഞിട്ട് പാങ്ങുകാരനെ ആക്ഷേപിച്ചിരുന്നു വഹാബികൾ. പറപ്പൂർ അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ പുറപ്പെട്ടപ്പോഴത്തേക്ക് പാങ്ങുകാരൻ വല്ലാതെ പെട്ടു എന്നാണ് അവരൊക്കെ പറഞ്ഞിരുന്നത്. ഇതൊക്കെ പ്രിയപ്പെട്ട ഉപ്പ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളോടൊക്കെ പറയുന്നത്, മഹാന്മാരായ ആളുകളെ ഈ രൂപത്തിൽ ആക്ഷേപിച്ചത് ഇവിടെ വഹാബികളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ വഹാബികൾ ആദ്യകാലത്ത് പ്രിയപ്പെട്ടവരെ രംഗപ്രവേശനം ചെയ്യുമ്പോൾ നല്ല തലയെക്കെട്ടുണ്ടായിരുന്നു. കെ.എം. മൗലവിക്ക് നല്ല തലയെക്കെട്ടുണ്ട്, അവർക്കൊക്കെ നല്ല തലയെക്കെട്ടുണ്ടായിരുന്നു. അങ്ങനെ സുന്നത്ത് ജമാഅത്തിൻ്റെ വേഷം കിട്ടിയിട്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങൾ പറഞ്ഞിട്ട് അവസാനം ഇതൊക്കെ ശിർക്കാണെന്ന് പറയുന്ന ശൈലിയാണ് അവർക്കുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ഖദ്ദാബീങ്ങളായ ആൾക്കാർ കടന്നു വരുമ്പോൾ ഇയ്യാക്കും വ ഇയ്യാഹും, സത്യം പറഞ്ഞ് നല്ലപോലെ മനസ്സിലാക്കി കൊടുത്തിട്ടും
വീണ്ടും ആവർത്തിക്കുമ്പോൾ അവർക്ക് കദ്ദാബിൻ്റെ അർത്ഥം അറിയാത്ത ആൾക്കാരൊന്നുമല്ലല്ലോ അവർക്കൊക്കെ അറിയാമല്ലോ. അവരെ പറ്റി മുത്ത് റസൂലുള്ളാഹി പറഞ്ഞത് ഇയ്യാക്കും വ ഇയ്യാഹും എന്നാണ്. ഇവിടെയുള്ളവരോടൊക്കെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അതാണ്. അതുകൊണ്ട് അവർ പുറമേ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ പറയും, ഞങ്ങൾ മശായിഖന്മാർ ആളുകളാണെന്ന് പറയും. മശായിഖന്മാർക്ക് പൊരുത്തമില്ലാത്തത്, ഔലിയാക്കന്മാർക്ക് പൊരുത്തമില്ലാത്തത്. കാരണം അവരാരും ഫഖഹായിനെ കുറ്റം പറഞ്ഞിട്ടില്ല, അവരാരും ഫഖഹായിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ അവരുടെ ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യാത്തതും പ്രോത്സാഹിപ്പിക്കാതും ഒക്കെ പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വഹാബികളും ഇങ്ങനെ തന്നെയായിരുന്നു. മഹാനായ ഇഖ്യാസ് മുസ്ലിയാർ വഹാബി എന്ന് തന്നെ പറയില്ല, വഹാബി എന്നേ പറയുള്ളൂ. വഹാബി എന്നുള്ള അള്ളാഹിൻ്റെ പേര് അവർക്കൊന്നും കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വഹാബി എന്നേ മഹാനവറുകൾ പറയാറുള്ളൂ. അതുകൊണ്ട് തന്നെ മഹാനായ പതി ഉസ്താദ് പറഞ്ഞൊരു വാക്ക്, എന്താണ് പതി ഉസ്താദ് പറഞ്ഞത്? ഏതൊരു വഹാബിക്കും ഒരു ഉസ്താദിൻ്റെ കുരുത്തക്കേടുണ്ടാകും, ഏതൊരു വഹാബിക്കും ഒരു ഉസ്താദിൻ്റെ കുരുത്തക്കേടുണ്ടാകും എന്ന് പറഞ്ഞിട്ടാണ് മഹാനായ പതി ഉസ്താദ് പ്രസംഗം തുടങ്ങാറുള്ളത്. അത് വളരെ ശരിയാണ്. ഏതൊരു വഹാബിയുണ്ടോ അതിനൊക്കെ ഉസ്താദിൻ്റെ കുരുത്തക്കേടുണ്ടാകും. അവരുടെ ഈ ഉസ്താദുമാരെ സ്നേഹിക്കാത്ത ആളുകളുടെ പ്രസംഗത്തിൽ ഉസ്താദുമാരെ പറ്റി പറയില്ല, അവരെ മദ്ഹില്ല, അവർക്ക് തിരിയാത്തവരാണ്, ജാഹിലീങ്ങളാണെന്നൊക്കെയാണ് പറയുക. സുബ്ഹാന ജല്ല ജലാലു. സ്വന്തം ഉസ്താദുമാർ നിങ്ങൾ നോക്ക്, സുലൈമാൻ ഉസ്താദ് സംസാരിക്കുമ്പോൾ ഉസ്താദുമാരെ പറ്റി പറയാത്ത ഒരു സംസാരമില്ല. AP ഉസ്താദ് സംസാരിക്കുമ്പോൾ 2 ദിവസം മുമ്പ് ദാറുൽ മആരിഫിൽ വന്നപ്പോൾ തന്നെ ഉസ്താദ് തുടങ്ങുന്നത് എൻ്റെ ഉസ്താദ് ഓക്കെ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. സുലൈമാൻ ഉസ്താദിൻ്റെ സംസാരത്തിൽ എണ്ണിക്കുട്ടി പാപ്പയും ബഹുമാനപ്പെട്ട ഹക്കുൽ മുഹക്കിക്കീനും വീരാൻകുട്ടി മുസ്ലിയാരും ഓക്കെ ഉസ്താദ് ബഹറുൽ ഉലൂമും കടന്നു വരാത്തൊരു സംസാരമില്ല. മഹാന്മാരൊക്കെ അങ്ങനെയാണ്. ഈ ബന്ധം വിച്ഛേദിച്ചത് മൗദൂദിയാണ്. അയാൾ മൗദൂദി മതം കൊണ്ടുവന്നപ്പോൾ, അയാൾ ജമാഅത്തെ ഇസ്ലാമി കൊണ്ടുവന്നപ്പോൾ ആദ്യം ചെയ്തതെന്താ? പരമ്പരാഗതമായി എനിക്ക് ഉസ്താദുമാരെ വക്കെന്ന് കിട്ടിയ ചങ്ങല ഞാൻ പൊട്ടിച്ചെറിയുന്നു എന്നാണ് പറഞ്ഞത്. അയാൾ എങ്ങനെയാണ് പറഞ്ഞത്? ഈ മൗദൂദിൻ്റെ ഖലീഫയായിരുന്നു മുഹമ്മദ് അലി എന്ന് പറഞ്ഞാൽ അയാൾ വളാഞ്ചേരിക്കാരനാണ്. ആ വളാഞ്ചേരിക്കാരനായ മുഹമ്മദ് അലി ജമാഅത്തെ ഇസ്ലാമിൻ്റെ ആദ്യത്തെ ഖലീഫ. അയാൾ വെറും സുന്നത്ത് ജമാഅത്ത് പറഞ്ഞിട്ട് അതേ ബുർദൻ്റെ മജ്ലിസ് ഉണ്ടാക്കിയിട്ട് ജനങ്ങൾക്ക് അവസാനമായിട്ട് ബുർദ ചെറുക്കാന്ന് പറയും. കുറേ ദിവസം ബുർദ ചെല്ലും, അതിനെപ്പറ്റി വിശദീകരിക്കും, എന്നിട്ട് വഅദ് നിർത്തുന്ന ദിവസം ബുർദൊക്കെ ചെറുക്കാന്നും പറയും. ഇത് നമ്മൾ സൂക്ഷിതൊക്കെ മുമ്പൂടെ കഴിഞ്ഞു പോയതാണ്. അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയം പറയുന്ന ഒരുപാട് ആളുകൾ, അവരെയൊക്കെ നമ്മൾ വിലയിരുത്തേണ്ടത് ഉസ്താദുമാരും അവരും തമ്മിലുള്ള ബന്ധമെന്താണ്. ഉസ്താദുമാരുടെ ആ സിൽസിലയിലൂടെ അല്ലാതെ എങ്ങനെയാ മുത്തുനബിയിലേക്ക് ചെന്നെത്തുക? എങ്ങനെയാ മുത്തുനബിയിലേക്ക് ചെന്നെത്തുക? ആ ഉസ്താദുമാരെ തള്ളിപ്പറയുന്ന ആൾക്കാരാരാണോ, ഉസ്താദുമാരുടെ മദ്ഹ് പറയാത്തവരാരാണോ, അവരെ ഇയ്യാക്കും വ ഇയ്യാഹും. നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂ, നമുക്ക് വേറെ ഒന്നും ഹുക്മ് ചെയ്യാൻ പറ്റുകയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, മഹാനായ കുറ്റിപ്പുറം ഉസ്താദിൻ്റെ ജീവിതം മുഴുവനും തുറന്ന പുസ്തകമാണ്. കുറ്റിപ്പുറത്തുകാരായ ആളുകൾക്ക് നല്ല പോലെ അറിയാം. 50 കൊല്ലമാണ് മഹാനൗറുകൾ പ്രിയപ്പെട്ടവരെ കുറ്റിപ്പുറം ഖാദിയായത്. 50 കൊല്ലമാണ് ഖാദിയായത്. 50 കൊല്ലം ഖാദിയായിട്ട് ആ ഖാദിയായതിൻ്റെ പേരിൽ ഒരു പൈസ പോലും വരുമാനം സ്വീകരിച്ചിട്ടില്ല. ഒരു നിക്കാഹിൻ്റെ വരുമാനമില്ല, ഒരു ഖുത്ബൻ്റെ വരുമാനമില്ല, ഒരു വിഷയത്തിൻ്റെയും വരുമാനമില്ല. ഖാദി എന്ന രൂപത്തിൽ ഒരു വരുമാനവും സ്വീകരിച്ചിട്ടില്ല. 50 കൊല്ലമാണ് ഒരു മഹല്ലത്തിൻ്റെ പ്രസിഡൻ്റായത്. അങ്ങനെ 2 ലക്ഷത്തോളം രൂപ മാസ വരുമാനമുള്ള ഒരു കെട്ടിടം ഉണ്ടാക്കി കൊടുത്തിട്ടാണ് വഫാത്താകുന്നത്. അത് പിരിച്ചിട്ട് കൊടുത്തിട്ടാണ് വഫാത്താകുന്നത്. ഒരു നാട് സർവസമ്മതമായി അംഗീകരിക്കപ്പെടുന്ന വഫാത്തായപ്പോൾ കുറ്റിപ്പുറത്ത് ഹർത്താൽ ആചരിച്ചു. ഹർത്താലിൻ്റെ ഇസ്ലാമിക നിയമമൊക്കെ വേറെ, അവിടെ എല്ലാവരും ഹർത്താൽ ആചരിച്ചു. എന്നിട്ട് വഫാത്ത് കഴിഞ്ഞ് കാണാൻ വേണ്ടി വന്ന കൂട്ടത്തിൽ ഒരു വഹാബി വന്നിരുന്നു. വഹാബി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങോട്ട് കയറണ്ടെന്ന് പറഞ്ഞു. നിങ്ങളോടൊന്നും പാപ്പാക്ക് ഇഷ്ടമില്ല, പാപ്പാക്ക് നിങ്ങളോട് വെറുപ്പാണ്, അതുകൊണ്ട് ഇങ്ങോട്ട് കയറണ്ട, പാപ്പാനെ കാണാൻ വരണ്ടാണ്. നേരെ മറിച്ച് സേതു ആയിരുന്നു പറഞ്ഞിട്ടൊരു നായരുണ്ടായിരുന്നു, പാപ്പാനോട് വലിയ ഇഷ്ടമുള്ള ആളാണ്. അവരൊക്കെ വന്നു, പരിസരത്തുള്ള മുഴുവൻ ആളുകളും വന്നു. ഈ രൂപത്തിൽ ഒരു നാട് ജീവിക്കുകയും ആ നാടിന് വേണ്ടി സർവസ്വവും അർപ്പിക്കുകയും ചെയ്ത ആൾ. കുറ്റിപ്പുറം ജുമാഅത്ത് പള്ളിയുടെ തറക്കല്ലിടൽ ചടങ്ങ് വഫാത്താകുന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് അതേ ജുമാഅത്ത് പള്ളി പൊളിച്ചിട്ട് ആ ജുമാഅത്ത് പള്ളി തറക്കല്ലിടാൻ വേണ്ടി ചെന്നപ്പോൾ കുറ്റിപ്പുറത്തുകാർ മുഴുവനും അവിടെയുണ്ട്. അവരോട് പറഞ്ഞു, തറക്കല്ലിടാനെന്ന് പ്രയാസമുണ്ടായിരുന്നു. മറ്റൊരാളെ കയ്യിലേക്ക് കല്ല് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ മഹല്ലത്തിൽ ഒറ്റക്കെട്ടായി ജീവിക്കണം കേട്ടോ,
നിങ്ങൾ ഈ മഹല്ലത്തിൽ ഒറ്റക്കെട്ടായി ജീവിക്കണം. ഞാൻ ഈ പള്ളി ഉദ്ഘാടനത്തിന് ഉണ്ടാവൂല, നേരത്തെ അതൊക്കെ മനസ്സിലാക്കി. ഞാൻ ഈ പള്ളി ഉദ്ഘാടനത്തിന് ഉണ്ടാവൂല. നിങ്ങൾ ഒറ്റക്കെട്ടായി, ആ ഒറ്റക്കെട്ട് പരിസര മഹല്ലത്തിലില്ലാത്ത ഒറ്റക്കെട്ട് കുറ്റിപ്പുറത്ത് കാണാം, അവിടെ കാണാം. യാതൊരു വിഭാഗീയതുമില്ല, ഒത്തൊരുമയോടെ സുന്നത്ത് ജമാഅത്തിൽ യാതൊരു വിഭാഗീയതുമില്ലാതെ. എന്നാൽ സുന്നത്ത് ജമാഅത്ത് നല്ലപോലെ പറയാനും അവിടെയുള്ള ഉലമാക്കൾക്ക് ഒരു മടിയും കൂടാതെ സുന്നത്ത് ജമാഅത്ത് പറയാനുള്ള ധൈര്യം അത് കൊടുത്തു. വഹാബിന്റെ പേരിൽ നിസ്കരിക്കണ്ട, വഹാബിയുടെ മയ്യത്ത് കൊണ്ടുവന്നാൽ പള്ളിയുടെ മുക്കരി നിസ്കരിക്കണ്ട, പള്ളിയുടെ ഇമാമ നിസ്കരിക്കണ്ട, അവരാരും അങ്ങോട്ട് പോകണ്ട. പരപ്പനങ്ങാടിയിൽ ദർസ് നടത്തുമ്പോൾ ഒരു വലിയ വഹാബിന്റെ ജനാസ കൊണ്ടുവന്നു. ആ ജനാസ കൊണ്ടുവന്നപ്പോൾ 1960കളിൽ ആ ജനാസ കൊണ്ടുവന്നപ്പോൾ മുകളിലുള്ള കുറ്റിപ്പുറം ഉസ്താദിൻ്റെ അടുത്തേക്ക് അന്നത്തെ ഒരു മന്ത്രി ആളെ പറഞ്ഞയച്ചു. എന്നിട്ട് അദ്ദേഹം വന്ന് പറഞ്ഞു, മന്ത്രി വിളിക്കേണ്ടത് നിസ്കരിക്കാൻ ഞാൻ വരൂലാറ്, അയാൾ വഹാബിയാണ്, ഞാൻ വരൂല. അപ്പോൾ പാപ്പനോട് പരിചയമുള്ള ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ വന്നിട്ട് പറഞ്ഞു, വഹാബികളെ വല്ലല്ലേ നിസ്കരിക്കേണ്ടത്, ഓല് മോശക്കാരായ ആൾക്കാരാവുമ്പോൾ നിങ്ങൾ നിസ്കരിച്ചാൽ ഓല് നന്നാവുമല്ലോ, ഓൽക്കൊരു പ്രതിഫലം കിട്ടുമല്ലോ, നല്ല ഉഷാറുള്ള. അപ്പം പറഞ്ഞു, ഇന്നെപ്പോലത്തെ ആൾക്കാർ നിസ്കരിക്കാൻ പാടില്ല, ഇന്നെപ്പോലത്തെ ആൾക്കാർ നിസ്കരിച്ചാൽ ഒരു നല്ല ആൾക്കാരാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കും, നിസ്കരിച്ചില്ല, അതിൻ്റെ ഒരു പ്രശ്നവുമില്ല. അങ്ങനെ വഹാബികളോട് വല്ലാത്ത എതിർപ്പ് കാണിച്ചിരുന്ന ആളായിരുന്നു. പലതരം രോഗങ്ങളുണ്ടായിരുന്നു. മഹാനായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രോഗം ഉണ്ടായല്ലോ, ബോധം കെട്ടല്ലോ. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 17 വഖ്ത് നിസ്കാരം ഇമാമത്ത് നിൽക്കാൻ കഴിഞ്ഞില്ലല്ലോ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞില്ല, യാ ആയിഷ, അന്ന് ഖൈബറിൽ വെച്ച് എനിക്ക് തന്ന ആ വിഷത്തിന്റെ വേദന ഞാൻ അനുഭവിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെയല്ലേ പറഞ്ഞത്? വേദന നല്ല മരണത്തിന്റെ ലക്ഷണമല്ലേ? എന്താണ് ഈ പറയുന്നത്? മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, സമയക്കുറവ് കൊണ്ട് ഞാൻ ആ ഉദ്ധരണികൾ മാറ്റിവെക്കുക, ഇന്നി അജിദു അലമസുമ്മി എന്ന് പറഞ്ഞില്ലേ, അലം എന്നല്ലേ അവിടെ ഉപയോഗിച്ചത്, സഹീഹായ ഹദീസല്ലേ. എനിക്ക് വേദന വരുന്നു, അതിശക്തമായ വേദന വന്നില്ലേ? ഇതൊക്കെ പ്രിയപ്പെട്ടവരെ നല്ല മരണത്തിൽ നിന്നിട്ട് വിഭിന്നമാണോ? ഇതൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ തലമ്മൽ കെട്ടിയിട്ടല്ലേ വന്നിരുന്നത്? അവിടെ നിന്ന് നടക്കാൻ കഴിഞ്ഞിരുന്നോ? 2 ആളെ ചുമലിൽ കൈവച്ചിട്ടല്ലേ ജമാഅത്തിന് വന്നിരുന്നത്? ആർക്കതറിയാത്തത്? ആരെയാണ് ഈ പൊട്ടനാക്കുന്നത്? എന്താണ് ഈ പറയുന്നത്? അങ്ങനെയല്ലേ മുത്തുനബി വന്നത്? എന്തേ ഇത്? എന്താണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം? എന്താണ് ഒരു നല്ല മരണവും നല്ലതല്ലാത്ത മരണവും കൊണ്ട് എങ്ങനെ തീരുമാനിക്കപ്പെടുക? രോഗങ്ങൾ അതിന് കാരണമാണോ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, രോഗം ശക്തി പ്രാപിച്ചത് ദുൽഹിജ്ജ മാസം അവസാനത്തെ ബുധനാഴ്ചയാണ്. അതൊക്കെ സ്മരണികയിൽ എഴുതിയിട്ടുണ്ട്. സ്മരണിക ഒന്നും നില ഇറങ്ങിയതൊന്നല്ല, 25 കൊല്ലമായി ആ സ്മരണികയിൽ എഴുതിയിട്ടുണ്ട്. അവസാനത്തെ ബുധനാഴ്ചയാണ്, ദുൽഹിജ്ജ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ചയാണ്. സാലിഹീങ്ങളെ ചരിത്രങ്ങളൊക്കെ നോക്കുമ്പോൾ കാണാമത് അവർക്ക് ഈ രൂപത്തിലാണ് ഉണ്ടാവുക. അവസാനത്തെ ബുധനാഴ്ചയാണ്. കുന്നംകുളത്തൊരു ആസ്പത്രിയിലായിരുന്നു. അവിടെ നിന്ന് ബുധനാഴ്ച കഴിഞ്ഞ് വ്യാഴാഴ്ച പറഞ്ഞു കുറ്റിപ്പുറത്തേക്ക് വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ പോകാൻ പറ്റിയ അവസരമല്ല, പോയി എല്ലാവരെയും കണ്ടു. വെള്ളിയാഴ്ച പോയി എല്ലാവരെയും കണ്ട്, വെള്ളിയാഴ്ച ഉമ്മനെയും ഒരു പങ്ങളെയുള്ളത്, ആ പങ്ങളി എല്ലാവരെയും കണ്ട്, എല്ലാവരും പാപ്പനെയും കണ്ട്. അങ്ങനെ ശനിയാഴ്ച വീണ്ടും വളാഞ്ചേരി ആശുപത്രിയിലേക്ക് പോയതാ. അങ്ങനെ വളാഞ്ചേരി ആശുപത്രിയിൽ അവിടെ അഡ്മിറ്റ് ചെയ്യപ്പെട്ട് ICUയിൽ കിടന്നിട്ടില്ല, വെന്റിലേറ്റർ ഉണ്ടായിട്ടില്ല, വഫാത്തിൻ്റെ സമയം വരെ ബോധം പോയിട്ടില്ല. എല്ലാം നല്ല പോലെയുണ്ട്. മഹാനായ AP ഉസ്താദ് കാണാൻ വന്നു, അസ്ഹരി തങ്ങൾ കാണാൻ വന്നു, കോയക്കുട്ടി മുസ്ലിയാർ കാണാൻ വന്നു, തൊഴിയൂർ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ സമസ്തൻ്റെ മുഷാവറ മെമ്പർ അവർ കാണാൻ വന്നു. ഇങ്ങനെ ആളുകളൊക്കെ കാണാൻ വന്ന്, പേരൂടത്ത് റഹ്മാൻ സഖാഫി വന്നു, എല്ലാവരും കാണാൻ വന്ന്. അവസാനം വഫാത്തിൻ്റെ തൊട്ട് മുമ്പ് കാണാൻ വന്നത് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളാണ്. അത് വല്ലാത്ത ബന്ധം അവർ തമ്മിലുണ്ട്, അത് പറയാൻ സമയമില്ലാതെയായിപ്പോയി. അവരാണ് അവസാനമായി കണ്ടത്, വാപ്പാൻ അവസാനമായി കണ്ടത് സയ്യിദാണ്, അവസാനമായി കണ്ടത് അങ്ങനെയാണ്. ബുധനാഴ്ച ഈ ഉള്ളവൻ ബുർദ ചൊല്ലി കൊടുക്കുകയാണ്. പറഞ്ഞപ്പോ അവിടെ എൻ്റെ നാവിൻ്റെ നിന്ന് മിൻഹു എന്ന് പറയേണ്ടടുത്ത് അൻഹു വന്നപ്പോ എൻ്റെ മുഖത്തേക്ക് നോക്കി തിരുത്തി തന്നു. അത് തിരുത്തി തന്നു. അതങ്ങ് കഴിഞ്ഞിട്ട് പറഞ്ഞപ്പോ കണ്ണുനീരിങ്ങനെ വരികയാണ്.
അതിൻ്റെ അർത്ഥം ഇല്ലം യകും ഫീ മആദി ആഖിദൻ ബിയദി ഫളൻ വഇല്ലാ ഫഖുൽ യാ സല്ലത്തൽ ഖദബി. അതൊക്കെ അർത്ഥം അതിങ്ങനെ വന്നപ്പോൾ കണ്ണുനീര് വരികയാണ്. അതൊക്കെ ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ വ്യാഴാഴ്ച രാത്രി എല്ലാ ആളുകളും അവിടെയുണ്ട്. ബുധനാഴ്ച വീട്ടിൽ നിന്ന് ഉമ്മയും മറ്റൊക്കെ വന്നപ്പോൾ വെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക് ദുഹാ സമയത്താണ് വഫാത്താകുന്നത്. ബുധനാഴ്ച ഉമ്മയൊക്കെ വന്നപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ പെണ്ണുങ്ങളൊന്നും ഇങ്ങനെ ഇറങ്ങി നടക്കണ്ട, ഇവിടെ ആണുങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീട്ടിലിരുന്നാൽ മതി, വീട്ടിലിരുന്ന് ഓതിക്കോളിങ്ങളൊക്കെ കേട്ടോ, വീട്ടിലിരുന്ന് ഓതിക്കോളി എന്ന് പറഞ്ഞു. അതിലൊക്കെ സിറുകൾ ഉണ്ടായിരുന്നു. ബുധനാഴ്ച കമ്മിറ്റിക്കാർ വന്നു, അവരോടൊക്കെ പറഞ്ഞു, മഹല്ലത്തിൽ ഐക്യം വേണട്ടോ, ഭിന്നിപ്പുണ്ടാക്കരുത്, മഹല്ലത്തിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, എല്ലാം അവരോട് പ്രിയപ്പെട്ട സഹോദരന്മാരെ പറഞ്ഞിട്ട് യാതൊരു അസ്വസ്ഥതയും പ്രകടിപ്പിക്കാതെ വളരെ ശാന്തമായി, ശ്വാസതടസ്സമുണ്ട്, ഇടക്കിടക്ക് ഇങ്ങനെ ശ്വാസതടസ്സം വരുന്നുണ്ട്, എന്നാലും ശാന്തമായി ഞാൻ സുബഹി നിസ്കരിക്കാൻ ഫുൾ ടൈം ഞാൻ അവിടെയുണ്ട്. സുബഹി നിസ്കരിക്കാൻ വേണ്ടി അടുത്ത റൂമിൽ പോയി സുബഹി നിസ്കരിച്ച് വന്നപ്പോൾ ഞാൻ വാപ്പാനോട് ചോദിച്ചു, വാപ്പാക്ക് മടി കിടക്കണോ? എൻ്റെ മടിയിൽ കിടന്നു. എൻ്റെ കയ്യിൽ അറാക്ക് കരുതിയിരുന്നു. ഞാൻ ആ അറാക്കെടുത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ചുറ്റുഭാഗത്തും വാപ്പാൻ്റെ 4 മക്കൾ, ബാക്കവിമാരായ 4 മക്കൾ, വാപ്പാൻ്റെ 3 മരുമക്കൾ, 2 പേര് ബാക്കവിയും 1 ഫൈലിയുമാണ്. വാപ്പാൻ്റെ പേരക്കുട്ടികൾ എല്ലാം ആലിമീങ്ങളാണ്. അവർ മാത്രമാണ് അവിടെയുള്ളത്. അവർ മാത്രമാണ് ആ സുബഹിൻ്റെ നേരത്തെ പിന്നാരുണ്ടാവുക. അവർ മാത്രമാണ് അവിടെയുള്ളത്. ആ സമയത്ത് യാസീനും സൂറത്തുൽ റഅദ് മോദി ഈ ഉള്ളവൻ മാറിൽ കിടന്നിട്ട് മിസ്വാക്ക് ചെയ്ത് കൊടുത്ത്, അറാക്ക് കൊണ്ട് മിസ്വാക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ റൂഹ് പോകുന്നത് ഞങ്ങളൊക്കെ കാണുമ്പോൾ മുജീബ് റഹ്മാൻ എന്ന് പറയുന്ന ഡോക്ടർ, അദ്ദേഹം ഇന്നും ഹയാത്തുണ്ട്, അദ്ദേഹം പൊട്ടിക്കരഞ്ഞു പോയി. ആ രംഗങ്ങളൊക്കെ കണ്ടിട്ട് എന്തൊരു മനോഹരമായ രംഗം. ആഴ്ചയോളമായി കുളിച്ചിട്ടില്ല, ഒരു ചെറിയ വേണ്ടാത്ത വാസന പോലുമില്ല. ആഴ്ചയോളം കുളിച്ചിട്ടില്ല, രക്തം വരുന്നുണ്ട്, എന്നിട്ട് പോലും ചീത്ത വാസനയുണ്ടായില്ല. അത്ഭുതപ്പെട്ടു പോയി ഡോക്ടർമാർ. അവരിന്നും ഹയാത്തിലുണ്ട്. അവരതിൽ എഴുതി, അവർ സ്മരണികയിൽ എഴുതി, തോമസ് മിയാത്തു അദ്ദേഹം സ്മരണികയിൽ എഴുതി, ഇങ്ങനെ ശരീഅത്തുൽ ഇസ്ലാം അനുസരിച്ച് ഒരു ഡോക്ടർ പറയുന്നത് മുഴുവനും സ്വീകരിച്ചുകൊണ്ട് അതെല്ലാം അനുസരിച്ച ആളായിരുന്നു തോമസ് മാത്യു എഴുതി. അതാണ് ശരീഅത്ത്. മാഹിറായ ഡോക്ടർ പറഞ്ഞത് കേൾക്കണം. മാഹിറായ ഡോക്ടർ പറഞ്ഞ ദീനാണ്. അത് കേൾക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവരൊക്കെ എഴുതി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ സമയത്തൊരൊറ്റ സ്ത്രീ പോലും അവിടെ ഉണ്ടായില്ല. എല്ലാം അന്ന് ചെറുപ്പക്കാരനായ ഡോക്ടർ മുജീബുർ റഹ്മാൻ എല്ലാം ശ്രദ്ധിച്ചു, എല്ലാം മനസ്സിലാക്കിയിട്ട് യാസീൻ സൂറത്ത് ഓതുന്നു. എൻ്റെ മൂത്ത പങ്ങളുടെ മകൻ നസീർ ബാക്കവി പാപ്പാൻ്റെ ചവിട്ടിൽ കെലിമ ചൊല്ലിക്കൊടുക്കുന്നു. അപ്പോഴും കെലിമ ചെല്ലുന്നുണ്ട്, എപ്പോഴും കെലിമ ചൊല്ലി. സംസാരം കുറേ നേരത്തെ തന്നെ മാറ്റിവെച്ച് സംസം കുടിച്ച് എല്ലാ കുടുംബക്കാരും ബന്ധപ്പെട്ടവർ, പാപ്പാക്ക് ഒരേ ഒരു അളിയനേയുള്ളൂ, ആ അളിയനുണ്ട്, അളിയൻ്റെ മൂത്ത മകൻ ഉബൈദുണ്ട്, എല്ലാവരും അവിടെ യാസീനും സൂറത്തുൽ റഅദ് മോദിയിട്ട് വളരെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ ഹദറത്തിലേക്ക് പോയ മഹാന്മാർ, മശായിഖന്മാർ, വലിയ വലിയ മശായിഖന്മാർ, ആ മശായിഖന്മാരെ ബഹുമാനിച്ച് ആദരിച്ച് അവരോടൊക്കെ വലിയ ബഹുമാനം കാണിച്ച്, പക്ഷേ ശരീഅത്തുൽ ഇസ്ലാം പറയുന്നതിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ വിട്ടുവീഴ്ച ചെയ്യാറില്ല. അത് എല്ലാവരും സമ്മതിച്ചൊരു കാര്യമാണ്. ശരീഅത്തിൻ്റെ നിയമം കുറ്റിപ്പുറം മദ്ദൂരിൽ പറയും, അതിനാരും എതിർത്തിട്ടില്ല. അതാരും അത് എതിർക്കുകയോ അതിനെ സംബന്ധിച്ച് ഒരു അക്ഷരം ഇന്നേ വരെ പറയുകയോ ചെയ്തിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ആ സമയത്തുള്ള തിളങ്ങുന്ന മുഖം കണ്ട് ഡോക്ടർമാർ പോലും അമ്പരന്നു പോയി. ആ രൂപത്തിലായിരുന്നു അവിടുത്തെ വഫാത്തുണ്ടായിരുന്നത്. മഗ്രിബിൻ്റെ മുമ്പ് തന്നെ, എല്ലാ വെള്ളിയാഴ്ച മഗ്രിബിൻ്റെ മുമ്പ് തന്നെ, വെള്ളിയാഴ്ച മരിച്ചു കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കിട്ടലാ, നമുക്കൊക്കെ അറിയാലോ. മഗ്രിബിൻ്റെ മുമ്പ് തന്നെ അവിടെ നിന്ന് ജനാസ ഖബറടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ അത്യുന്നതന്മാരായ മഹാനായ കാന്തപുരം ഉസ്താദ് അവിടെയുണ്ട്, മഹാനായ പാണക്കാട് ശിഹാബ് വന്നു പോയിട്ടുണ്ട്, പഴക്കുട്ടി മുസ്ലിയാർ, ഇങ്ങനെ തുടങ്ങിയ സർവ്വ മേഖലയിലുമുള്ള ആളുകൾ ആ നിസ്കാരത്തിൽ പങ്കെടുക്കാൻ അവിടെ ഉണ്ടായിരുന്നു. ഈ നിലക്ക് അന്നത്തെ മുഴുവൻ ആലിമീങ്ങളും സമ്മതിക്കുകയും അംഗീകരിക്കുകയും എല്ലാ മഹാന്മാരുമായി ബന്ധപ്പെടുകയും ചെയ്യാൻ പ്രിയപ്പെട്ട ഉപ്പാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഭാഗ്യം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, പരിശുദ്ധമായ ദീനിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ
വല്ലാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ലൗലാ യൻഹാഹുമുർ റബ്ബാനിയൂന വൽ അഹ്ബാർ അൻ ഖൗലിഹിമുൽ ഇസ്മ വഅക്ലിഹിമുസ് സുഹത ലബിഅസ മാ കാനൂ യസ്നഊൻ. എന്താണ് പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കാത്തത്? ജനങ്ങൾ വേണ്ടാത്തരങ്ങൾ പറയുമ്പോൾ എന്താ പറഞ്ഞു കൊടുക്കാത്തത്? ലൗലാ യൻഹാഹും, എന്താ വിരോധിക്കാത്തത്? റബ്ബാനിയങ്ങൾ, ഉബ്ബാദ്, അതുപോലെ തന്നെ അഹ്ബാറാകുന്ന ഉലമാ, എന്താണ് ജനങ്ങളെ തടഞ്ഞു നിർത്താത്തത്? ജനങ്ങൾ വേണ്ടാത്തരം പറയുമ്പോൾ, വഅക്ലിഹിമുസ് സുഹത, ജനങ്ങൾ വേണ്ടാത്തരം ഭക്ഷിക്കുമ്പോൾ, വേണ്ടാത്ത വൃത്തികളിൽ ഏർപ്പെടുമ്പോൾ, ശരീഅത്തിനെതിരെ പ്രവർത്തിക്കുമ്പോൾ എന്താണ് പറയാത്തത്? ലബിഅസ മാ കാനൂ യസ്നഊൻ എന്നുള്ള ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മറാഹ് എന്ന തഫ്സീറിൽ കാണാം, ഫയദ്ഖുലു ഫീ ഹാദാ ദമ്മി, അല്ലാഹുവിൻ്റെ ഈ ദമ്മില് പ്രവേശിക്കും കുല്ലു മൻ കാന ഖാദിറൻ അലൻ നഹി അനിൽ മുൻകരി മിനൽ ഉലമാഇ വഗൈരിഹിം വതറകഹു. നഹിയുൻ അനിൽ മുൻകറിന് സാധിച്ച ഉലമാക്കൾ അത് ചെയ്യാതിരുന്നാൽ അല്ലാഹുവിൻ്റെ ഈ ദമ്മിൽ ആ ഉലമാ പ്രവേശിക്കും. നഹിയുൻ അനിൽ മുൻകറിനൊക്കെ അവർ സാധിച്ചിട്ട് അവരത് ചെയ്യാതിരുന്നാൽ ഈ ദമ്മിൽ അവർ പ്രവേശിക്കും എന്ന് പറഞ്ഞിട്ട് മഹാനായ മുഹമ്മദ് നബവി അൽ ജവാ റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ തഫ്സീറിൽ എഴുതുകയാണ്, വലിദാലിക ഖാല ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ഹാദിഹിൽ ആയത്തു അശദ്ദു ആയത്തിൻ ഫിൽ ഖുർആൻ, അശദ്ദു ആയത്തിൻ ഫിൽ ഖുർആൻ, ഖുർആനിലെ അശദ്ധായ വളരെ ശക്തമായ താക്കീതുള്ള ആയത്താണ്. ഉലമാക്കളുടെ കടമ നിർവഹിക്കണം, ഉലമാക്കളുടെ കടമ നിർവഹിക്കണം. കടമ നിർവഹിച്ചില്ലെങ്കിൽ ലബീസ മാ കാനൂ യസ്നഊൻ, അവർ തമ്മാടിത്തരാണ് ചെയ്യുന്നത്, അവർ മോശമായ കാര്യമാണ് ചെയ്യുന്നത്. ഉലമാ കടമ നിർവഹിക്കണം എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു. വഖാല ലഹാഖ് എന്നവർ പറഞ്ഞു, മാ ഫിൽ ഖുർആനി ആയത്തുൻ അഖ്വഫു ഇൻദി മിൻഹാ, ഈ ആയത്തിനേക്കാൾ പേടിപ്പെടുത്തുന്ന ഒരു ആയത്തില്ല, ഈ ആയത്തിനേക്കാൾ പേടിപ്പെടുത്തുന്ന ആയത്ത് വേറെയില്ല. മറാഹിൽ അബീദ് 1-ാം വാള്യം 381-ാമത്തെ പേജിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. ഈ ആയത്തുണ്ടായിരിക്കുമ്പോൾ എങ്ങനെയാണ് ഉലമാക്കൾക്ക് പറയാതിരിക്കാൻ കഴിയുക? അതിൻ്റെ പേരിൽ ജയിലിൽ പോകേണ്ടി വന്നാൽ, അതിൻ്റെ പേരിൽ തലയെറുക്കപ്പെട്ടാൽ, അതിൻ്റെ പേരിൽ മറ്റെന്തെങ്കിലും കേൾക്കേണ്ടി വന്നാൽ, നല്ല മരണം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ, അതൊക്കെ ഉലമാഇന് പുല്ല് വിലയല്ലേ? അതെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓല് ആലിമാണെന്നുള്ള തെളിവല്ലേ അത്? അവർ ആലിമാണെന്നുള്ള തെളിവല്ലേ അത്? അവർ സാലിഹീങ്ങളെ കൂട്ടത്തിൽ പെട്ടിരിക്കുന്നു, അവർ യഥാർത്ഥ ഫുഖഹാക്കളാണ് എന്നതിന് തെളിവല്ലേ അത്? അവർ ദീൻ പറഞ്ഞതിൻ്റെ പേരിൽ അവരെ എതിർക്കുന്ന വഹാബികൾ, ആ വഹാബികളൊക്കെ തന്നെ ഈ ഉലമാ ചെയ്യുന്നത് അത് സത്യസന്ധമാണെന്ന് വിളിച്ചു പറയല്ലേ അവർ ചെയ്യുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഉസ്താദിൻ്റെ ദർസി ജീവിതം, ഉസ്താദിൻ്റെ നിലപാടുകൾ അതൊക്കെ വളരെ വ്യക്തമാണ്. ഒരു ദിവസം ഒരാൾ വീട്ടിൽ വന്നു. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹം ഏകദേശം കേരളത്തിൻ്റെ ബോർഡറിൽ താമസിക്കുന്ന ഒരാളാണ്. വലിയ മനുഷ്യനാണ്, പാപ്പാനെ നക്ഷത്ര തുല്യ പണ്ഡിതനെന്നൊക്കെ പറയുന്ന ആളാണ്. അയാൾ വന്നു, അയാളെ കൂടെ കുറേ ആളുകളുമുണ്ട്, വലിയമാരായ ആൾക്കാരുണ്ട്. പാപ്പാക്ക് പലപ്പോഴും പൈസ കൊടുത്തേക്കുകയും ഹദിയ കൊടുത്തേക്കുകയും ചെയ്യുന്ന ആളാണ്. അയാൾ ബാപ്പയും കൂടി സംസാരിച്ചപ്പോൾ സംസാരത്തിൻ്റെ ഇടയിൽ അദ്ദേഹം പറഞ്ഞു, ഔലിയാക്കന്മാർ കുറേ ഉണ്ട് മർത്തബക്കണ്ട് ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു നിസ്കരിക്കണ്ട. അപ്പോൾ ചോദിച്ചാൽ അങ്ങനെ ഉണ്ടോ ചോദിച്ചു. അങ്ങനെ ഉണ്ട്. അതെവിടെയുള്ളത്? അതിക്കിയലുണ്ട് പറഞ്ഞു. അതിവിടെ ഉണ്ട്, നിങ്ങൾ കാണിച്ചു തരുമോ ചോദിച്ചു. അല്ല അതിക്കിയലല്ല, അതിൻ്റെ ഹാഷ്യയിലുള്ളത് പറഞ്ഞു. എല്ലാ ഹാഷ്യ ഇവിടെ ഉണ്ട്, നിങ്ങൾ കാണിച്ചു തരുമോ ചോദിച്ചു. മൂപ്പര് കയറുന്നു വരണ്ട്. പാപ്പാനെ നജിമാണെന്നും വലിയ ആളാണെന്നും ഹദിയൊക്കെ കൊടുക്കുന്ന വലിയ ആളാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഞാൻ ട്രെയിനിൽ വെച്ച് കണ്ടപ്പോൾ ആരായ കണ്ണിയത്തുസ്ഥാനെ സംബന്ധിച്ചൊക്കെ അയാൾ എന്താ പറഞ്ഞെന്നറിയും? വാഗ്വാദമുണ്ടായി. റയീസുൽ മുഹക്കിക്കിനെ പറ്റി ആൾ പറഞ്ഞത് വാഗ്വാദമുണ്ടായി. പാപ്പ പറഞ്ഞു ഇയാൾ കള്ളനാണ്, അയാൾ മുഖത്തോക്കി നിങ്ങൾ കള്ളനാണ്, ഇയാൾ കള്ളനാണ്. അപ്പോൾ കൂടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു നിങ്ങൾ ഓരെ പറയണ്ട, ഞങ്ങളെ പറഞ്ഞോളിന്ന്. നിങ്ങളൊറ്റ ഒന്നും ഇയാളെ കൂട്ടത്തിൽ കൂടെ ഉണ്ടാകും, ഇയാൾ നിങ്ങൾ നശിപ്പിക്കുന്നത്, ഇയാൾ കള്ളനാണ്. കാരണം തെക്ലീഫുള്ള സമയത്ത്, അക്കലുള്ള സമയത്ത് നിസ്കാരം ഒഴിവാക്കാൻ പറ്റുമോ? അതെവിടെയുള്ളത്? അക്കലുണ്ടെങ്കിൽ, അക്കലില്ലെങ്കിൽ, ബുദ്ധിയില്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. ബുദ്ധിയില്ലാത്ത ആൾക്കാരെ പറ്റി നമുക്ക് പറയാൻ കഴിയില്ല. ചില ആളുകൾക്ക് ജദ്ബിൻ്റെ അവസരമുണ്ടാകും, നമുക്കതറിയില്ല.
ഉഖലാഉൽ മജാനീൻ എന്ന് ഇമാം നൈസാബൂരി ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്. പണ്ട് കേരളത്തിൽ ഒരാൾ ഒരു പത്രത്തിൽ എഴുതി, ബുദ്ധിയുള്ള ഭ്രാന്തന്മാരെ മനസ്സിലാക്കാൻ ബുദ്ധിയുള്ളവരിവിടെ വേണ്ടേന്ന്. ബുദ്ധിയുള്ള ഭ്രാന്തന്മാരെ മനസ്സിലാക്കാൻ ആദ്യം ഇവിടെ ഇത് വേണ്ടേ, ബുദ്ധിയുള്ളവർ വേണ്ടേന്ന് അദ്ദേഹം എഴുതിയത് ശരിയാണ്. അപ്പോൾ മജ്ദൂബീങ്ങളായ ആൾക്കാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അവരെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഏതായിരുന്നാലും അക്കലുണ്ടെങ്കിൽ നിൽക്കാൻ ഒഴിവാവില്ലല്ലോ, നിൽക്കാൻ കഴിയുള്ളൂ, നിൽക്കണം അല്ലെങ്കിൽ ഇരിക്കണം, ഇങ്ങനെയല്ലേ നിസ്കാരത്തിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അതൊരു കിതാബിലും അങ്ങനെയില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ അയാളെ മുഖത്ത് നോക്കിയിട്ട് വാപ്പ പറഞ്ഞു, നിങ്ങൾ കള്ളൻ, അഞ്ഞിങ്ങോട്ട് വരാൻ പാടില്ല, എനിക്ക് പൈസ കൊടുത്താക്കാൻ പാടില്ല, ഈ ആൾക്കാരൊക്കെ പറഞ്ഞു നിങ്ങൾ അറിയാൾ പിന്നെ അടക്കാൻ പാടില്ല. ഇത് വാപ്പാൻ്റെ ശൈലിയാണ്. കുറ്റിപ്പുറത്ത് ഞാൻ ചെറുപ്പമുള്ള സമയത്ത് ഒരാൾ വന്ന് പ്രസംഗിക്കാം. അയാൾ ഒരു മരുന്നും കച്ചവടത്തിന് വന്നതാണ്. പിന്നെ അറിഞ്ഞത് അയാളിങ്ങനെ പ്രസംഗിക്കുമ്പോൾ അന്ന് വാപ്പ അവിടെ ഇരിക്കുന്നുണ്ട് ജുമാക്ക്. അപ്പോൾ ഇയാൾ സഹീഹുൽ ബുഖാരിയിൽ അങ്ങനെ ഉണ്ട് അറിഞ്ഞു. അപ്പോൾ നിർത്തണ പ്രസംഗം തന്നെ, ബുഖാരിയിൽ അങ്ങനെ ഇല്ല, അങ്ങനെ ബുഖാരിയിൽ ഇല്ല, ബുഖാരിയിൽ ഇല്ലാത്തുണ്ടെന്നറിയാം. അപ്പോൾ ഇയാൾ പിന്നെ അവർ ചോദിച്ചു, ആരാണ് മൊയ്ലിയർ ചോദിച്ചു. സാധാരണ ആൾക്കാർക്ക് ബുഖാരിയിലുണ്ട്, അതുപോലെ ബുഖാരി മറിച്ച് നോക്കും. അപ്പോൾ അതറിയാം, അറിയുന്നതുകൊണ്ട് അപ്പം പറഞ്ഞ് നിർത്തം അവിടെ അറിഞ്ഞു. അങ്ങനെ ഇല്ല, അങ്ങനെ ഒരു വിഷയമില്ല, ഇല്ലാത്തത് പറയാം. മരുന്നും കച്ചവടത്തിനാണെങ്കിൽ ഇങ്ങനെ പറയലാണോ, അതാണ് ശൈലി. ഉടനെ പറയും. ഒരു പ്രശ്നത്തിൽ അവിടെ ഒരു മുത്തവല്ലി വന്നപ്പോൾ അന്നാരെ മുത്തവല്ലിയാക്കി ചോദിച്ചു, ഈ ഒരു മുത്തവല്ലി അന്നാരെ മുത്തവല്ലിയാക്കി. അപ്പോൾ അയാൾ പറഞ്ഞു, ആൾക്കാരൊക്കെ അങ്ങനെ മുത്തവല്ലി എന്ന് പറയുന്നുണ്ട്, ആൾക്കാരൊക്കെ മുത്തവല്ലി അറിഞ്ഞ് മുത്തവല്ലിയാവും ചോദിച്ചു. പിറ്റേ ദിവസം മൂപ്പർ ആ പള്ളിൻ്റെ ഉത്തരവാദിത്തം മുഴുവനും എല്ലാം വാപ്പാനെ കൊണ്ട് ഏൽപ്പിച്ചു. നമ്മൾ വിചാരിക്കും ഇങ്ങനെ ചൂടായാലും ഇവരൊക്കെ വാപ്പാക്കെതിരെ തിരിയും, ഇവർക്കൊക്കെ വാപ്പാനോട് വലിയ സ്നേഹമാണ്. ഒരു മൗലിയാരും കുട്ടികളും കൂടി വന്നത് ബുധനാഴ്ചയാണ്. ഒരിങ്ങനെ സിയാറത്ത് പോയിട്ട് ആ കുട്ടികളൊക്കെ കോളേജിലേക്ക് പോകുന്ന അവസരമായിട്ട് സിയാറത്തിന് ഇങ്ങനെ പോയിട്ട് വന്നപ്പോൾ ആ മൗലിയർ വന്ന ഉടനെ ചോദിച്ചു, വാപ്പ ചോദിച്ചു, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്താ ദിവസം എന്താ? ഇന്ന് ബുധനാഴ്ച ഇങ്ങനെ കുട്ടികളായിട്ട് ഇങ്ങനെ നടക്കേണ്ട ദിവസമാണോ ദർസെടുത്തേണ്ട ദിവസമാണോ വെച്ചു. ആ കുട്ടികളൊക്കെ കേൾക്കുന്നുണ്ട്. ബുധനാഴ്ച ഇങ്ങനെ കുട്ടികളായിട്ട് ഇങ്ങനെ നടക്കേണ്ട ദിവസമാണോ ദർസെടുത്തേണ്ട ദിവസമാണോ? അദ്ദേഹം അതിന് ശേഷം വലിയ അഭിമാനത്തോടുകൂടെ എന്നോട് പറയാം. അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ അവിടെ ഉണ്ടായിട്ടില്ല, അദ്ദേഹം തന്നെ പറയണത് ഒരു വെറുപ്പുണ്ടായില്ല. വേറെ ഒരാൾ മഖ്ദൂം തറവാട്ടിൽപ്പെട്ട ഒരാൾ, അദ്ദേഹമൊക്കെ ഉണ്ട്, അവരൊക്കെ ദിവസവും ബാപ്പാക്ക് ഫാത്തിഹ ഓതുന്ന ആൾക്കാരാണ്. ഒഫാർ സയ്യിദ് 2 ദിവസം വിളിച്ചിട്ട് വാപ്പാൻ്റെ മദഹുകൾ എമ്പാടും പറഞ്ഞു. ഒഫാർ സയ്യിദ് എന്ന് പറയുന്നത് ഈ കമ്മ്യൂണൽ പാപ്പാൻ്റെ പേരക്കുട്ടിൻ്റെ പേരക്കുട്ടിയാണ്, വാപ്പാൻ്റെ ഉസ്താദിൻ്റെ പേരക്കുട്ടിയാണ്. വാപ്പാൻ്റെ മദഹുകൾ എമ്പാടും പറഞ്ഞു. ധാരാളം വഫാത്ത് കാലത്തും അതിന് ശേഷമുള്ള ബന്ധങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ധാരാളം മദഹുകൾ നമുക്ക്, ഞാൻ ഇതിൻ്റെ ഇടക്കെന്തേ പറഞ്ഞല്ലോ ഫാറസ് മഖ്ദൂം കുടുംബത്തിൽപ്പെട്ട ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ കുട്ടീനെ റഷ്യയിലേക്ക് മെഡിസിൻ പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കാണ്, ഉസ്താദ് ദ്വാരക്കണമെന്ന് പറഞ്ഞു. ഞാൻ ദ്വാരക്കലാണ്. നിങ്ങൾ മഖ്ദൂം കുടുംബത്തിൽപ്പെട്ട ആളാണ്, നിങ്ങൾ ഇൽമ പഠിപ്പിക്കേണ്ടത്. നിങ്ങൾ അത് മൂപ്പർ തന്നെ എന്നോട് പറഞ്ഞത്. ഞാനവിടെ ഇല്ല, മൂപ്പർ തന്നെ എന്നോട് പറഞ്ഞു. മൂപ്പരിപ്പോഴും ഹയാത്തിലുണ്ട്, ഞാൻ ദ്വാരക്കലാണ്. നിങ്ങൾ മഖ്ദൂം കുടുംബത്തിൽപ്പെട്ട ആൾ, നിങ്ങൾക്ക് ഈ സ്ഥാനം കൊണ്ട് ഇൽമുകൊണ്ട് ആ സ്ഥാനം ഉണ്ടായത്. നിങ്ങൾ കുട്ടിനെ ഇൽമോട് കൂടെ മെഡിസിൻ പഠിപ്പിക്കുന്നത് തയ്യാറാറില്ല. ഇൽമ ഒഴിവാക്കിയിട്ട് മെഡിസിൻ പഠിപ്പിക്കാൻ വേണ്ടി റഷ്യക്ക് പറഞ്ഞേക്കുമ്പോൾ ഞാൻ ദ്വാരക്കലാണ്. അങ്ങനെ അയാൾ പറഞ്ഞു, ഞാൻ കയ്യും കാലും പിടിച്ചിട്ട് ദ്വാരപ്പിച്ചു എന്നാണ് മൂപ്പരിനോട് പറഞ്ഞ്, ഒക്കെ പിടിച്ചിട്ട് ദ്വാരപ്പിച്ചു. ഇന്നും ഞാൻ ദിവസവും വാപ്പാക്ക് യാസീൻ ഓതുന്നുണ്ട് പറഞ്ഞു. അന്ന് വാപ്പ പറഞ്ഞത് എനിക്ക് നല്ല മനസ്സിലായി പറഞ്ഞു. എനിക്ക് നല്ല മനസ്സിലായി. ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇൽമ് പഠിപ്പിക്കാതെ വിട്ടതിൻ്റെ ദുരന്ത ഫലം ഞാൻ നന്നായിട്ട് അനുഭവിച്ചു എന്ന് അദ്ദേഹം പറയാണ്. അത് പറയേണ്ടത് അപ്പം തന്നെ പറയും, അത് പിന്നെ നീട്ടി വെക്കൂല. മഹാനായ വൈലിത്തറ ഉസ്താദ് മരിച്ചുപോയി, വലിയ മഹാനായിരുന്നല്ലോ വൈലിത്തറ മുഹമ്മദ് കുഞ്ഞി മൗലവിയും. അദ്ദേഹം പറയാറുണ്ട്, എനിക്ക് 2 മൗലിയമാരാണ് പേടിയും, ഒന്ന് കണ്ണിയത്ത് ഉസ്താദിനെയും ഒന്ന് കുറ്റിപ്പുറ മൗലിയരും. കാരണം സദസ്സിലിരുന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അത് ശരിയല്ല, അവിടെ നിർത്തുന്നവരും. അതിന് ധൈര്യമുള്ള ഈ 2 ആൾക്കാരാണ്. കണ്ണിമൂലിയത് അങ്ങനെയാണ്, അപ്പം പറയും നിർത്ത അവിടെ, അത് ശരിയല്ല എന്നപ്പം തന്നെ പറയും. അങ്ങനെ ധൈര്യമുള്ള ആൾക്കാരായിരുന്നു അവരൊക്കെ തന്നെ മഹാന്മാരായ ആൾക്കാർ. അവരെയൊക്കെ അംഗീകരിച്ചിരുന്നു, അവരൊക്കെ മദ്ഹ് ചെയ്തിരുന്നു. അവരെയൊക്കെ ഈ വഹാബികൾ മാത്രമാണ് അവരെ കുറ്റം പറഞ്ഞ് കണ്ണി പറ്റില്ല പതിപറ്റില്ല എന്നൊക്കെ. വഹാബി അല്ലാതെ ആരാ പറയാ എടാ, പറപ്പൂരിൻ്റെ പുറപ്പാട് പാങ്ങുപെട്ട പാട് എന്നൊക്കെ പറഞ്ഞ് പാങ്ങുകാരനൊക്കെ ഈ വഹാബി അല്ലാതെ ആരാ വിമർശിക്കുക? അപ്പോൾ ഫുഖഹായിനെയും ഉലമാഇനെയും ഒക്കെ തള്ളിപ്പറഞ്ഞത് വഹാബികളാണെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു ജല്ല ജലാലുഹു അവരുടെയൊക്കെ മദദ്, മഹാന്മാരുടെ മദദ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അക്രിമുൽ ഉലമാ, നിങ്ങൾ ഉലമാഇനെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞ മുത്തുനബിൻ്റെ വാക്ക് സ്വീകരിച്ച് ജീവിക്കാൻ
അല്ലാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അക്രിമുൽ ഉലമാ, നിങ്ങൾ ഉലമാഇനെ ബഹുമാനിക്കണം. അവർ അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹു അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾക്ക് ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആൾക്കാർ ഇത് വരക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സൗണ്ട് സിസ്റ്റം അത് നമുക്ക് സൗകര്യം ചെയ്തു തന്ന സഹോദരൻ്റെ ഉമ്മ അവർക്ക് വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു എല്ലാ രോഗങ്ങളും ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ഇവിടെ എല്ലാവരും ദ്വാരക്കാൻ വേണ്ടി പറയുന്ന ആളുകളാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് നല്ല പോലെ അറിയുന്ന ആൾക്കാരാണ് നെടിയിരുപ്പ്. കാരണം പതി ഉസ്താദ് വന്ന സ്ഥലമല്ലേ ഇത്. അപ്പോൾ അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന് എതിരാര് പറഞ്ഞാലും അവരൊക്കെ വെറുക്കുന്ന ആളുകളാണ് ഈ നെടിയിരിപ്പുകാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരൻ്റെ ഉമ്മാക്ക് ആഫിയത്ത് സിഹത്ത് സലാമത്ത് നൽകട്ടെ. ഗൾഫിൽ നിന്ന് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾപ്പെട്ട ഒരു വാക്കവി വിളിച്ചിട്ട് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കമ്മുണ്ണീർ പാപ്പാൻ്റെ ബർക്കത്ത് കൊണ്ട്, മശായിഖന്മാരെ ബർക്കത്ത് കൊണ്ട് അവരുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തീർത്തു കൊടുക്കുമാറാകട്ടെ. നമുക്കെമ്പാടും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. മഹാനായ കമ്മുണ്ണീർ പാപ്പ അടക്കമുള്ള, വടകര ഒമ്പതാജി പാപ്പ അടക്കമുള്ള കഴിഞ്ഞുപോയ മഹാന്മാർ, മഹാനായ കണ്ണീത്ത് ഉസ്താദ്, കുറ്റിപ്പുറം ഉസ്താദ്, ഇ കെ ഉസ്താദ്, ഇങ്ങനെ മഹാനായ താജുൽ ഉലമ അടക്കമുള്ള ബഹുമാനപ്പെട്ട എൻ്റെ ശൈഖുന വാപ്പുസ്താദ് അടക്കമുള്ള മുഴുവൻ ആളുകളുടെയും നമ്മുടെ മശായിഖന്മാർ ഉസ്താദുമാരെ ബർക്കത്ത് കൊണ്ട് എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീക്കിത്തരുമാറാകട്ടെ. ഫഖഹാഇനെതിരെയും ഉലമാഇനെതിരെയും ഒക്കെ ശബ്ദിക്കുന്ന ആളുകൾക്കൊക്കെ അല്ലാഹു നല്ല ബുദ്ധി കൊടുത്ത് അതിൽ നിന്നൊക്കെ പിന്തിരിയാനുള്ള അവസരമുണ്ടായി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ റഹീമായ റബ്ബ് സുലൈമാൻ ഉസ്താദ്, എ പി ഉസ്താദ് അടക്കമുള്ള മശായിഖന്മാർ, പൊന്മള ഉസ്താദ്, പേരോട് ഉസ്താദ് അടക്കമുള്ള എല്ലാ മഹാന്മാർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി ശബ്ദിക്കുമ്പോൾ ഏൽക്കേണ്ടി വരുന്നതൊക്കെ വാക്കായിരുന്നാലും പ്രവർത്തനങ്ങളായിരുന്നാലും അതൊക്കെ വലിയ പ്രതിഫലമായി നമുക്കും മശായിഖന്മാർക്കും ഉസ്താദുമാർക്കും അല്ലാഹു ആക്കിക്കൊടുക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.